നിങ്ങൾ കൊടുത്ത കേസിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇല്ല ഇല്ല. അവരുടെ മൊഴി എടുത്തിട്ടില്ല, ഒന്നുമില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ബസ്സിൽ 15ഓളം നട്ടലില്ലാത്ത ആളുകളാണ് ഉണ്ടായിരുന്നത്. അവര് മേയർ എന്നുള്ളത് ഒന്നീ നെറ്റിയിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ വണ്ടിയിൽ എഴുതി വെക്കണം. അല്ലാതെ പിന്നെ അവര് ചെയ്തില്ല. കൈ പോലും വെളിയിട്ട് എന്താ ആണെങ്കിലെന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. പിന്നെ കാണിച്ചില്ല, എന്ത് ആംഗ്യം കാണിക്കാൻ. ഞാൻ നോക്കിയപ്പോൾ ഇവര് മേയറാണ്, പാർട്ടിക്കാരിയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ശമ്പളം വാങ്ങിച്ചു തരാൻ ഞാൻ പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് സാധാരണപ്പെട്ട ഒരു അവസരം കിട്ടില്ലല്ലേ. അപ്പൊ മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല? ഇല്ല ഇല്ല. കണ്ടെത്തുന്ന പ്രതീക്ഷയുണ്ടോ? ഇനി അത് വരില്ല. ബസ് കത്താത്തത് ഭാഗ്യം. ഇത്രയൊക്കെ എന്നെ തെണ്ട് ഇങ്ങനെ റോഡിയിട്ട് പട്ടിയെ കണക്കിന് ചെയ്തിട്ടും ഗണേഷ് കുമാർ എന്താണ് വാവറക്കഥ? ഞാൻ വിട്ടുകൊടുക്കുകയില്ല. KSRTC ആയാലും ഇപ്പം നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണ് നമുക്ക് വലുത്. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു സാധാരണക്കാരനാണ് എന്ന് നമ്മുടെ അതിഥി. മറ്റാരുമല്ല, ഒരു ഭരണകൂടത്തെ തന്നെ വിറപ്പിച്ച, നഗര മാതാവിനെയോ പിതാവിനെയോ ഒക്കെ പേടിപ്പിച്ച യദു എന്ന KSRTC ഡ്രൈവർ. നമസ്കാരം യദു. യദുവിൻ്റെ മൊത്തം പേരെന്താ? എൻ്റെ പേര് യദു LH. ബേസിക്കലി എവിടുത്തുകാരനാണ്? ഞാൻ നേമത്തുള്ളത്. നേമമാണ്. നേമം വെള്ളാണി ജംഗ്ഷൻ. നേരത്തെ മുതലേ എവിടെയാണ്? അവിടെ തന്നെ ജനിച്ചു വളർന്നതെല്ലാം അവിടെ. അച്ഛനപ്പൂപ്പന്മാരെല്ലാവരും ആണ്. കുടുംബം മൊത്തം അവിടെയാണ്. കുടുംബം അവിടെ. എത്ര സഹോദരങ്ങളൊക്കെ ഉണ്ട്? വേറെ എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ജോലിക്കാരാണോ? ഒരാള് രാഷ്ട്രീയക്കാരനോ? ഒരാളെന്തോ കോൺഗ്രസിന് നേതാവ്, ഒരാള് യൂത്ത് കോൺഗ്രസ് നേതാവും, ഒരാള് പോലീസിൽ ജോലി. CPM പ്രവർത്തകനായിരുന്നു എന്തെങ്കിലും? SFI പ്രവർത്തകനാണ്. അല്ല, ഏരിയ കമ്മിറ്റിയിലൊന്നുമില്ല. നമ്മുടെ ബേസിക്കലി നമ്മളെ ഏരിയയിലൊന്നുമില്ല. അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് അടിയാണ്. അതുകൊണ്ട് അടിവെക്കുക ആദ്യം കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ചേട്ടൻ ഒരു ബസ്സിലെ വിഷയം, സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ബസ്സിൽ പയ്യന്മാരുമായിട്ട് അങ്ങ് ഉന്തും തള്ളുമായി. ചേട്ടൻ പോയി ചോദിക്കാൻ പോയി 2017 ചോദിക്കാൻ പോയപ്പോൾ ചേട്ടൻ്റെ മൂക്കിനെ ഇടിച്ച് പൊട്ടിച്ചു. അങ്ങനെ ചേട്ടൻ പോലീസിലായിരുന്നുകൊണ്ട് 4-5 പ്രതികളുണ്ടായിരുന്നു. അങ്ങനെ 4 പ്രതികളെ വരെ റിമാൻഡ് ചെയ്തു. അതിൽ 5-ാമനാണ് ഈ ഒരു പെണ്ണ് കേസ്. എനിക്ക് ഒരു പെണ്ണ് കേസ് പറഞ്ഞില്ലേ 2017, അതിലെ 5-ാമൻ്റെ സഹോദരിയാണ് ലേഡി. അതുകൊണ്ട് മനഃപൂർവ്വം ആ വാശി തീർക്കാൻ. അതിനുശേഷമാണ് ഈ പാർട്ടി എന്ന് പറഞ്ഞത് എനിക്ക് ഒരു വെറുപ്പായി മാറിയത്. അതുപോലെ അപ്പോൾ ഇഷ്ടമല്ല പാർട്ടി. പഠിച്ച് കോളേജിൽ പഠിച്ചിരുന്നപ്പോഴും സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും എല്ലാ കൂട്ടുകാരന്മാരുടെ കൂടെ ഇത് നമ്മുടെ വിദ്യാഭ്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ SFI ആയിരുന്നു. പിന്നെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. BJPയിലും അല്ല? ഒരു BJPയിലും ഇല്ല. BJPയിലെന്ന് BJP പറയണോണ്ടാണ് ഞാൻ ഈ ചുവന്ന പൊട്ടിയിൽ ഇടുന്നത്. അവർ പറയുന്നതുകൊണ്ട് ഞാൻ BJP ആയതാണ്. അല്ലാതെ BJP ബന്ധമില്ല. അല്ല, BJP ഒന്നും ബന്ധമില്ല. പിന്നെ ബന്ധുക്കളുണ്ട്. ബന്ധുക്കൾ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും BJP എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ എൻ്റെയും എല്ലാ പാർട്ടിയിലും. ഈ ശിവൻകുട്ടി MLA ആയിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെന്താ കാര്യം? വോട്ട് വാങ്ങിക്കാൻ വേണ്ടി. വോട്ട് ചോദിക്കാം. ചേട്ടൻ PA ആണ്, അഡീഷണൽ PA ആണ്. പെരുന്താന്നി. എന്ന് ചേട്ടൻ എൻ്റെ മാമിയുടെ ഒരു മോനുണ്ട്, പുള്ളിയുടെ PA ആണ്. ആ ചേട്ടനാണ് ഈ വിഷയം നടക്കുമ്പോൾ ഞാൻ വിളിക്കുന്നത്. ഈ വിഷയം നടക്കുമ്പോൾ ചേട്ടാ ഇങ്ങനെ വിഷയം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നത്. പിന്നീട് വിളിക്കാന്ന്. പിന്നെ വിളിച്ചില്ല. അപ്പോഴേ തീരേണ്ട കേസാണ് അവിടെ. അവരെ ഇടപെട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഈ കേസുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. വല്ല കേസുകൾക്ക് വേണ്ടിയിട്ടും ജോലിയിലെ കേസിനൊക്കെ വിളിക്കുമ്പോൾ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്യണോണ്ടായിരിക്കും എടുക്കാത്തത്. ഇനി ഇത്രത്തോളം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിൽ ഞാൻ പരാതിയും കൊണ്ട്, കൺട്രോൾമെൻറ്റ് സ്റ്റേഷനിലല്ല, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ലാസ്റ്റായിട്ട് കൊടുത്തില്ലേ പരാതി. അപ്പോൾ അതുവഴി പോയപ്പോൾ ചേട്ടൻ കേട്ട് വേറെ വല്ല വിഷയമുണ്ടോ? ഞാൻ പറഞ്ഞേ ഒരു വിഷയമില്ല, ജോലിക്ക് കയറിയില്ല, അപ്പോൾ അതിൻ്റെ ഇത് നിവേദനം കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അന്ന് ചേട്ടാ ഈ ഫോൺ എടുത്തിരുന്നെങ്കിൽ ഈ കുഴപ്പമാവുമായിരുന്നു, ഇനി വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് കേട്ടു. ഞാൻ ഒരു കാര്യവും ഞാൻ എൻ്റെ കൈ വിട്ടുപോയി. ഇനി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് കാര്യം. ഇനി ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് അർത്ഥം അതല്ലേ? അതുകൊണ്ടായിരിക്കും അതുവരെ വിടാതിരുന്ന ചേട്ടൻ പോലും ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ KSRTC കയറിയിട്ട് എത്ര കാലമായി? ഞാൻ 2021 ലാസ്റ്റ് ഡിസംബർ, അത് ശബരിമല സീസൺ. അങ്ങനെയാണ്. അതിനു മുമ്പ് യദു ഡ്രൈവറായിരുന്നു. ഞാൻ വിവാഹം കഴിച്ച അന്ന് തൊട്ട് ഡ്രൈവറായിരുന്നു. എന്നായിരുന്നു വിവാഹം? 2019. അന്ന് മുതലേ ഡ്രൈവറായിരുന്നു. എവിടെ, എന്ത് വണ്ടി? ഞാൻ പ്രൈവറ്റ് ബസ്, സിറ്റിക്കകത്തുള്ള ഏകദേശം എല്ലാ പ്രൈവറ്റ് ബസ്സും ഓടിക്കൊണ്ടിരുന്നു. പിന്നെ KSRTC കയറാൻ KSRTC ശമ്പളം കുറവല്ലേ? കുറവായാലും ഒരു ബഹുമാനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ബഹുമാനത്തോട് താല്പര്യം ഉണ്ടായിരുന്നു. സിറ്റിക്കകത്ത് നമുക്ക് ഒതുങ്ങി ജീവിക്കണമെന്നാണ്. ഇങ്ങനെ അടിയും വഴക്കും
ഒക്കെ ആയിട്ട് നടക്കാൻ താല്പര്യമില്ല. അതിന് പ്രൈവറ്റ് ബസ്സാണ് അങ്ങനെ അടി ഉണ്ടാക്കേണ്ടി വരും. അടിയുണ്ടാവും, കേസുണ്ടാവും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ പ്രൈവറ്റ് ബസ്സിൽ പ്രൈവറ്റ് ബസ് ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? പ്രൈവറ്റ് ബസ്സിലാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് സമയത്തിൻ്റെ കേസിൽ അടിയുണ്ടാവും. പിന്നെ KSRTC ആയിട്ട് അടിയുണ്ടാവും. ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആളെടുത്തേ ഓടുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തികം കളക്ഷൻ അനുസരിച്ചല്ലേ പൈസ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഓടുള്ളൂ. ഡ്രൈവർക്കും KSRTCക്ക് വിട്ടു കൊടുക്കൂല. KSRTC കൂടെ പിടിച്ചാലും കൊടുക്കൂല. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് വഴക്കും ബഹളമൊക്കെ ആവും. KSRTCക്കാരന്മാർ മനഃപൂർവ്വം കൊണ്ടുവന്ന് പട്ടത്ത് വെച്ച് എത്ര ആവശ്യം കൊണ്ടുവന്ന് ഇടിച്ചിട്ടുണ്ട്. പട്ടണ സ്റ്റേഷനിലായിരുന്നു ഒരു കാലത്ത് മൊത്തം പ്രൈവറ്റ് ബസ്സിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിട്ടു കൊടുക്കുകയില്ല. KSRTC ആയാലും ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണ് നമുക്ക് വലുത്. നമ്മളെ വണ്ടി ഓടുന്നത് നമ്മുടെ വണ്ടിക്കാണ് കളക്ഷൻ കൂടുതലും നോക്കേണ്ടത് നമ്മുടെ ചുമതല. അത് KSRTC ആയാലും പ്രൈവറ്റ് ആയാലും. ഇപ്പോൾ പ്രൈവറ്റ് KSRTC വന്നപ്പോൾ KSRTCയിലെ പഴയ കണ്ടക്ടർമാർ പറയണം, പണ്ട് പ്രൈവറ്റിൽ കിടന്ന് കുറേ KSRTCയുടെ ഗുണം മനസ്സിലാക്കി, ബുദ്ധിമുട്ട് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാക്കാനില്ല, ഞാൻ ഏത് വണ്ടി ഓടുമോ അതിലായിരിക്കും കൂറ് ഉണ്ടാവുക. പ്രൈവറ്റ് ആയാലും KSRTC ആയാലും നമുക്ക് ശമ്പളം താമസിച്ച് കിട്ടിയാലും എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടുമല്ലോ, പ്രതീക്ഷയുണ്ട്. മറ്റേ പ്രൈവറ്റിലാണെങ്കിൽ ആളുകളെ പെരുമാറ്റമൊക്കെ മോനെ എന്നുള്ള ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കുറേ കാര്യങ്ങൾ ചേർക്കും. KSRTCയിലാകുമ്പോൾ സാറേ എന്ന് വിളിക്കുള്ളൂ. അതാണ് പ്രത്യേകത. മോനെ കേട്ട് മടുത്തു, സാറേ എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പൊ KSRTCക്ക് ഞാൻ കാരണം നല്ല പേരെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ KSRTC ബസ്സിലെ ഡ്രൈവർമാരെ കുറിച്ച് നാട്ടുകാർ പൂരത്തെറിയാണ് വിളിക്കുന്നത്. എന്നെ കൊണ്ട് KSRTCക്ക് ഇപ്പം നല്ല പേര് കിട്ടും. അപ്പം നിങ്ങൾ KSRTCയിലേക്ക് എംപാനൽ ഡ്രൈവറായിട്ട് കയറി എത്ര രൂപ ശമ്പളം? 715 ഒരു ഡ്യൂട്ടി. കയറിയപ്പോഴോ? ഒരു ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ തൊട്ട് അങ്ങനെ മാറ്റമൊന്നുമില്ല. ഇല്ല, 2 ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. 3 ഡ്യൂട്ടി ചെയ്യണതും ഉണ്ട്. കോഴിക്കോടൊക്കെ 3 ഡ്യൂട്ടി, നിലമ്പൂർ 3 ഡ്യൂട്ടി, നാഗർകോവിൽ 1 ഡ്യൂട്ടി, അല്ല 2 ഡ്യൂട്ടി. പിന്നെ നാഗർകോവിൽ 2 ഡ്യൂട്ടി ഉണ്ട്. നാഗർകോവിൽ 2 ഡ്യൂട്ടി. പോയി വന്നാലല്ല, ഈ നമ്മൾ പട്ടി അടിക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടണം. വൈകുന്നേരം ഇപ്പൊ രാവിലെ ഒരു 6:30 എടുക്കണമെങ്കിൽ വൈകുന്നേരം ഒരു 8 മണിയാവും തീരുമ്പോൾ. അപ്പൊ 2 ഡ്യൂട്ടി ആവും. 2 ഡ്യൂട്ടി അടിയെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ചെയിൻ സർവീസ് പോലെയാണ്. അതേപോലെ തെങ്കാശി 2 ഡ്യൂട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടണം. വൈകുന്നേരം വരെ. നിലമ്പൂരാണെങ്കിൽ ഒരു തവണ വന്നാൽ മതി. നിലമ്പൂർ ഒരു തവണ പോവേയില്ല, അങ്ങോട്ട് പോയി തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് 3 ഡ്യൂട്ടി ആവും. 4 ഡ്യൂട്ടി ആയിരുന്നു, 3 ഡ്യൂട്ടിയാക്കി വെട്ടിക്കുറച്ചു. അതാണെങ്കിൽ ശമ്പളം എന്ന് പറയുമ്പോൾ 3145 രൂപ. അത് പോയി വരുമ്പോൾ അല്ല, അപ്പൊ 700 പറഞ്ഞ് 715 3 ഡ്യൂട്ടി ബാറ്റ എല്ലാം കൂടെ 3000 കിട്ടും. അപ്പൊ നിങ്ങൾ എപ്പം പുറപ്പെടും ഇവിടുന്ന്? ഞാൻ 3:30. തെങ്കാശി ആണെങ്കിൽ പല ടൈമും ഉണ്ട്. അല്ല, നിലമ്പൂരാണെങ്കിൽ 3:30, ഉച്ചയ്ക്ക് 3:30 ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി ബ്ലോക്ക് വഴി 3:30 പോയിട്ട് അത് നേരെ ഇതുവഴി NH വഴി പോയി MC വഴി വരും തിരിച്ച് കോട്ടയം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇപ്പം ബുധനാഴ്ച പോകുന്നു വിചാരിച്ചു. വ്യാഴാഴ്ച രാത്രി 10:30 ആകുമ്പോൾ. വ്യാഴാഴ്ച രാത്രി 10:30 വരും. സ്റ്റേ ഉണ്ട് അവിടെ. അപ്പൊ 3:30 പോയാൽ വെളുപ്പാങ്കാലത്ത് 3:30 അവിടെ എത്തും. ഞാൻ ഓടുന്നെങ്കിൽ 3:30 എത്തും. അല്ലാതെ പിന്നെ ഇപ്പോഴത്തെ റോഡ്, ഞാൻ അങ്ങനെ ക്രെഡിറ്റ് പറയണല്ല, ഇപ്പോഴത്തെ റോഡിന്റെ സ്ഥിതി അനുസരിച്ച് 3:30 എന്നുള്ള ഇപ്പൊ 4-5 മണി ആവണമെന്നാണ് ഇന്നലെ കണ്ടക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴാണ് പുറപ്പെടുന്നത്? വൈകുന്നേരമല്ല, അന്ന് തന്നെ 11 മണിയാകുമ്പോൾ നിലമ്പൂരിൽ നിന്ന് എടുക്കും. രാവിലെ. അപ്പൊ എത്ര നേരം ഉറങ്ങാൻ സമയം കിട്ടുന്നത്? 1.5 മണിക്കൂർ 2 മണിക്കൂർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഉറക്കളച്ച് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതൊക്കെ ശീലമായി. നമ്മൾ ഉറക്കമില്ലാത്ത വണ്ടി ഓടിച്ച് ഇപ്പൊ രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥയാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഓക്കെ, പക്ഷെ ഞങ്ങൾ യാത്രക്കാരുടെ അവസ്ഥയോ? രാവിലെ രാത്രി ഉച്ചയ്ക്ക് യാത്രക്കാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളെ ഓടിക്കുന്ന വെച്ചാൽ റെസ്റ്റ്, അങ്ങനെ KSRTC റെസ്റ്റ് വേണം, റെസ്റ്റ് എടുത്തേ ഓടാവുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ റോഡിലെ കുഴികളും പണി നടക്കുന്ന പ്രമാണിച്ച് നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. എന്നാൽ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഇതേപോലെ സാമൂഹ്യദ്രോഹികളായിട്ടുള്ള കാറുകാർ കൊണ്ടുവന്ന് കുറുക്കെ വയ്പ്പും ബഹളവുമാണ്. എന്നാൽ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴേക്കും അതിനെക്കാട്ടി സൂക്കടാണ്. ഓവർടേക്ക് ചെയ്യുമ്പോൾ കൂടെ സ്പീഡിൽ പിടിക്കും. ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ പയ്യെ പോകും. എന്നാൽ ഇടത് സൈഡിൽ കൂടെ കയറി പയ്യെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെയും സ്പീഡ് പോകും. അങ്ങനെ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ. എന്താ പൊതു ട്രെൻഡ് ഉണ്ട്? അതായത് KSRTC അങ്ങോട്ട് നീ കയറി പോകണ്ടെന്നുള്ള അങ്ങനെയാണ്. പിന്നെ അവർ വിചാരിക്കുന്നില്ല ഇത്രയും ആൾക്കാർ, പല അത്യാവശ്യ കണക്കിന് ആൾക്കാരുള്ളത്, ഇവർ 5 പേരെ കാണുള്ളൂ. അപ്പോൾ ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പോകും. നമുക്ക് ആരെയും കൊണ്ടുവന്ന് ഇടിക്കണമെന്നോ ഉപദ്രവിക്കണമെന്നോ യാതൊരു ആഗ്രഹവും. അപ്പം ഞാൻ ഈ KSRTCക്കാർ പൊതുവെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക്
പൊതുവെ പല യാത്രക്കാരും ഉം. മൽപ്പിടുത്തത്തിന് വരാറുണ്ട് അല്ലേ? പല യാത്രക്കാര് അല്ല, പല കാറുകാർ നമ്മളെ കാറുകാരായാലും ബാക്കിയുള്ള വണ്ടിയായാലും അങ്ങനെ ഉണ്ട്. കയറ്റിവിടാൻ മടിയാ. ആ അപ്പൊ നിങ്ങൾ അതിനൊക്കെ എങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെ കയറി പോരുന്നത്? ഇടതും വലതും ഒക്കെ കയറി പോരേണ്ടി വരും. നമ്മൾ ട്രാഫിക് റൂള് തെറ്റിച്ച് പോകേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടാവും. ഇനി കറക്റ്റ് സമയത്ത് ചെന്നില്ലേ പ്രശ്നമാവും. കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന ആൾക്കാരെ പൂരത്തെറിയാക്കാം. എന്നുവെച്ചാൽ സമയത്ത് ചെന്നില്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ അവിടെ നിന്ന് ഡിപ്പോയിൽ നിന്നും വിളി വരും. എവിടെയാ ചോദിച്ചു? ഡിപ്പോയിൽ വിളി വരും, യാത്രക്കാർ തെറിയാക്കണം. ഇനി സമയത്ത് നാട്ടുകാരെ കൈ ഇരിക്കുന്നത് വാങ്ങിച്ചു പിടിക്കണം. അവരെ കാറില ബസ്സിലോ എല്ലാം തട്ടണമെങ്കിൽ അത് വേഗത കൂട്ടുമ്പോ ഞാൻ പറഞ്ഞ വേഗത കൂട്ടിയാലും നമ്മളെ ബസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഈ കാറുകാരും മനഃപൂർവ്വം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് മനഃപൂർവ്വം ചിലപ്പോൾ ബ്രേക്ക് ചവിട്ടും. നമ്മളെ വണ്ടിക്ക് ആ സമയത്ത് ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടാത്ത അവസ്ഥയും വരും. KSRTC അല്ലേ, ഇവിടെ ചവിട്ടി അവിടെ നിൽക്കുന്നു, ചിലപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ്. ഒരു ദിവസം ഞാൻ ഈ പള്ളിപ്പുറം ഇറങ്ങി പോകുമ്പോൾ ബ്രേക്ക് ചവിട്ടിയത് കിട്ടുന്നില്ല, വണ്ടി പകുതി പാകവും ഇങ്ങനെ പോകുന്നു. അതായത് ബാക്ക് അങ്ങും ഫ്രണ്ട് ഇങ്ങ് തലയിറങ്ങ് ഇങ്ങനെ പോവുകയാണ് വണ്ടി അങ്ങ് ഇറക്കത്തിൽ. പിന്നെ ഞാൻ നേരെ ആറ്റിങ്ങിൽ കൊണ്ടുപോയി. പിന്നെ അല്ലാതെ എന്ത് ചെയ്യും? എന്നിട്ടും കൊണ്ടുപോയി. ആറ്റിങ്ങിൽ വരെ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്ത് ഉരുട്ടിപ്പോയി. മഴയത്ത് ചവിട്ടിയാൽ കിട്ടൂല. മിക്ക ബസ്സുകൾക്ക് സ്ലാക്കർ കംപ്ലൈൻ്റ് ആണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഈ തകരാറൊക്കെ നിങ്ങൾ അറിയിക്കാറില്ല, ഒന്നും നന്നാക്കാറില്ല? എഴുതിയിടും ഡെയിലി. ഞാൻ എംപാനലായിരുന്നാലും അടുത്ത ഡ്രൈവറെ എടുത്തുകൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടാൽ ഇവർ 2 തട്ട് കെട്ടും, അടിക്കും. ആ സമയത്ത് 2 ചവിട്ട് കിട്ടുമ്പോൾ കിട്ടും, പിന്നെ 3ാമത്തെ ചവിട്ടിൽ കിട്ടൂല, വണ്ടി എടുത്തോണ്ട് പോവുകയും ചെയ്യും, വാരിക്കൊണ്ട് പോകും. അങ്ങനെ ഏതെങ്കിലും കാറിൽ പോയി മുത്തം വയ്ക്കുമ്പോൾ പിന്നെ മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചെന്ന് പറഞ്ഞ് അവനുമായിട്ട് കയ്യാൻ കളിയും. മന്ത്രിയെ കാലത്തിരിക്കും, അടി കിട്ടണം നമുക്കില്ല കേട്ടു. അപ്പോൾ ഇത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അന്ന് സംഭവിച്ചത് എന്താണ്? അന്ന് നിങ്ങൾ എപ്പോഴാണ് ഇവിടുന്ന് പോയത്? അന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്ന് 1 മണിക്ക് എടുത്തത് ഉച്ചയ്ക്ക്. ഇവിടുന്ന് അങ്ങോട്ട് പോയത് എപ്പോഴാണ്? ഇവിടുന്ന് 2:30 രാത്രി. രാവിലെ 2:30? രാവിലെ 2:30. രാവിലെ 2:30 തൃശ്ശൂർക്ക് പോയി? തൃശ്ശൂർ. എപ്പോൾ തൃശ്ശൂർ ചെന്നു? തൃശ്ശൂർ 9:30 10. അന്ന് 10:30 ബ്ലോക്ക്. രാവിലെ 10:30 10:30 എത്തി. 10:30 എത്തി. കുറച്ച് നേരം കിടന്നുറങ്ങി. അവിടെ കിടക്കാൻ എവിടെ സൗകര്യം? അവിടെ മേളിലുണ്ട്, തൃശ്ശൂർ ഡിപ്പോയിലെ മേളിൽ കിടന്നുറങ്ങാൻ. അവർക്കുണ്ട്, നമുക്ക് പോയി കിടക്കാം. കണ്ടക്ടർമാർക്ക് മാറി രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല, കൊതുകടിയും മൂട്ടയില്ല. അല്ലെങ്കിൽ ഭയങ്കര കൊതുകടിയും മൂട്ടയാണ്, ഭയങ്കര മൂട്ടയാണ്. ഈ ചാള അടിക്കുക പോലെയാണ് ആളുകൾ കിടക്കുന്നത്. എല്ലാവർക്കും വന്ന് കിടക്കാം. തറയിലൊക്കെ പായും പിരിച്ച് തറയിൽ കിടക്കുന്നുണ്ട്. ഡബിൾ ബെഡ് ഉണ്ട്. ഡബിൾ ബെഡല്ല, സിംഗിൾ ബെഡാണ്. ഇങ്ങനെ അതായത് ഇരുമ്പിൽ ഇതേപോലെ സ്പോഞ്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കിടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ നിന്ന് കൈ ഇങ്ങനെ സൈഡിലായിട്ടാവണമെങ്കിൽ മൂട്ട വരിയായിട്ട് വന്നിരിക്കും. അങ്ങനത്തെ അവസ്ഥയൊക്കെയാണ്. പിന്നെ അതൊക്കെ പറയാൻ അതുപോലും ഇല്ലാത്തതായിരിക്കും പല ഡിപ്പോയും അല്ലേ? പല ഡിപ്പോയിലും അതും ഇല്ല. കൊതുകൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകും, പിടിച്ച് കിടന്നില്ലെങ്കിൽ പറന്നു പോകും. ഗുരുവായൂർ ഡിപ്പോയിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഗുരുവായൂർ ഡിപ്പോയിലൊക്കെ കുഴപ്പമില്ല. നിലമ്പൂർ വലിയ കുഴപ്പമില്ല, AC ആണ്. AC ഉണ്ട് അവിടെ. എൻ്റെ ഇത്രയും കാലം ഞാൻ വണ്ടി ഓടിച്ചതിൽ നിലമ്പൂർ ഡിപ്പോയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മുടെ അൻവർക്കായുടെ പ്രത്യേക ഇടപെടലായിരിക്കും ചിലപ്പോൾ. എന്തോ AC ഉണ്ട്, നോൺ AC ഉണ്ട്, ഇത് രണ്ടും ഉണ്ട്. കുളിക്കാനും എല്ലാം സൗകര്യവും. എന്നിട്ട് നിങ്ങൾ എപ്പോൾ ചെന്നു? രാവിലെ 10:30 ചെന്നു. എന്നിട്ട് എത്ര നേരം കിടന്നു അവിടെ? എത്ര നേരം? അവിടെ വണ്ടി ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല, ട്രാക്കുകൾ കുറവാണ്. അപ്പോൾ അത് വണ്ടി ഒതുക്കിയിട്ട് കഴിഞ്ഞ് അന്നത്തെ ഇതിൽ വണ്ടി അങ്ങ് ഒതുക്കിയിട്ടപ്പോഴത്തേക്കാണ് ഞാൻ ഈ പറഞ്ഞില്ലേ ഈ മെമ്മറി കാർഡ് ഇതിലുണ്ടെന്ന് പറയാം. കണ്ടക്ടർ ഒറ്റ എടുപ്പിന് ആണോ ഞാൻ പോട്ടാ എന്ന് പറഞ്ഞിട്ട് പോയി. റിവേഴ്സ് എടുക്കുമ്പോൾ ഈ ക്യാമറ നോക്കിയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാമറ നോക്കിയപ്പോഴാണ് അതിൽ മെമ്മറി കാർഡിൻ്റെ ബ്ലിങ്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് അറിയാമെന്നുള്ള ഇത് എവിടെ കിടക്കുന്നു എന്നുള്ള. ഇപ്പോൾ കേസ് അന്വേഷണവും വീഡിയോയിലൊക്കെ സ്ലോട്ടൊക്കെ കാണിച്ചപ്പോഴാണ് സംഭവം അവിടെ കിടപ്പുണ്ടെന്നറിയും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ എനിക്ക് അറിയാമെന്ന് ഞാൻ ഊരി പോക്കറ്റ് കിട്ടാണ്. അതാണ് അവസ്ഥ. ഇങ്ങനെയൊക്കെ പോകുമെന്ന് ഞാൻ അറിയുന്ന. അല്ല, എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് എപ്പം പോന്നു? തൃശ്ശൂരിൽ നിന്ന്? അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോകുന്നു 1 മണി 1:15 കഴിഞ്ഞു. വന്ന വഴിക്ക് ഇതുപോലെ എന്തെങ്കിലും ഇവിടെ വന്നതിന് മുമ്പ് എന്തെങ്കിലും ട്രാഫിക് ആയിരുന്നു? വൈകിയോ? ബ്ലോക്ക് ആയിരുന്നു. NH വഴിയല്ലേ പറഞ്ഞത്. അത് MC വഴി പോയിട്ട് NH വഴിയാണ് വരുന്നത്. അതങ്ങനെ ബ്ലോക്ക് ആയിരുന്നു. അരൂരൊക്കെ എത്തിയപ്പോൾ ബ്ലോക്ക്. അരൂരൊക്കെ കഴിഞ്ഞ്. ഇത് സൂപ്പർ ഫാസ്റ്റ് ആണോ? സൂപ്പറാണ്. ഞാൻ ഓടുന്നത് സൂപ്പറൊക്കെയാണ്. അതുപോലെ അതെങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നവർക്ക് അത് തരുന്നുള്ളൂ? നന്നായിട്ട് ഓടിക്കുന്നു? അങ്ങനെ അല്ല, സൂപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തട്ടും മുട്ടും ഇല്ലാതെ സമയത്ത് കൊണ്ടെത്തിക്കുന്നതൊക്കെ മിക്കവാറും അവർ സൂപ്പർ തന്നെ തരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി എക്സ്പീരിയൻസ് കുറഞ്ഞ വയസ്സായ ആൾക്കാർക്കൊക്കെ തെങ്കാശി ഇതേപോലെ നാഗർകോവിലൊക്കെ മാക്സിമം ആൾക്കാർക്ക് ലോക്കൽ ഓടണം. ഉരുട്ടി നടക്കാൻ പറ്റിയ മാമന്മാരുണ്ട്, പഴയ സീനിയോറിറ്റി ഉള്ള ആൾക്കാർ.
അവർക്കൊക്കെ അത് കൊടുക്കും. നമുക്കൊക്കെ പുതിയ ജനറേഷൻ പയ്യന്മാരൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് പറത്തി വിടാൻ വേണ്ടിയിട്ട് ഇത് തരും. എന്നാൽ പറക്കുകയില്ല. 80-ന് കട്ട് ഓഫാണ്. ആണോ? കട്ട് ഓഫ് ആണ്. 80-ൽ വണ്ടി എത്ര ചവിട്ടി കയറിയെന്ന് ചവിട്ടിയാലും അനങ്ങൂല. മിന്നൽ പോയിട്ട് ഇപ്പം നടക്കുന്നില്ലല്ലോ. ആ കോഴിക്കോട് മിന്നൽ പോയിട്ട് ചവിട്ടീനെ ആക്സിഡൻറ്റ് ചവിട്ടി എൻ്റെ ഈ കാലിൻ്റെ കണ്ണ് നീരടിച്ചിരുന്നു. ചവിട്ടി ഇങ്ങനെ ഇരിക്കുന്ന പെടലാണ്, മറ്റേ സാധാ പെടലല്ല. അതാണെങ്കിൽ ചവിട്ടി എണീറ്റ് നിന്ന് ചവിട്ടിയിട്ട് പോലും കയറുന്നില്ല. പിന്നെ ലോഡ് ഗിയറൊക്കെ വലിച്ചിട്ട് മിന്നൽ ഓടിച്ചിട്ടുണ്ട്. പിന്നെ മിന്നൽ കോഴിക്കോട് ഓടിച്ചിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും വണ്ടി ഓടിച്ചിട്ടും ആരും റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞില്ല. ഈ ഒരു വിഷയത്തിൽ മാഡം മാത്രമാണ് പറഞ്ഞത്. അത് വണ്ടിക്കകത്ത് ഇല്ലാത്ത മാഡമാണ് പറഞ്ഞത്. അല്ല, എന്നിട്ട് നിങ്ങൾ തിരിച്ചു വന്ന് തിരക്കായിരുന്നു. എന്നിട്ട് ഇത് എന്തെങ്കിലും തർക്കങ്ങൾ വേറെ വിഷയങ്ങളൊന്നും വേറെ വിഷയമൊന്നുമില്ല. എന്നിട്ട് വേറെ വിഷയം ഉണ്ടായിരുന്നു. ഒരു പാസഞ്ചർ കായംകുളം എത്തിയപ്പോൾ ചേട്ടാ ഒന്ന് ചവിട്ടി വിടുക കേട്ടാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പിന്നെ വണ്ടി ഓടിക്കാമോ? ഞാൻ പറഞ്ഞു ഇത് ചവിട്ടി കഴിഞ്ഞാൽ പറക്കണ വണ്ടിയൊന്നുമല്ല, ഇത് 50-ൽ 80-ലൊക്കെ കട്ട് ഓഫാണ്. ഇത് ഇത്രേ പോകാൻ പറ്റുള്ളൂ, എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ വേറെ വണ്ടി പിടിച്ച് പോയി. അത് ടിക്കറ്റ് എടുത്ത് പോയില്ലേ? നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റിൻ്റെ പൈസയും വാങ്ങിച്ചിട്ട് നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ പിന്നെ ഇറങ്ങി ഇവിടെ ഈ ഭാഗത്ത് എവിടെയാണ് ഇറങ്ങിപ്പോയത്? പട്ടത്തോ കേശവാസതോ അവിടെ ഈ വിഷയത്തിന് മുമ്പ് ഇറങ്ങിപ്പോയി. ഭാഗ്യം. ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേര് ചീത്ത വിളിച്ചേനെ അവരെ. കയറിയപ്പോ തൊട്ട് ഇങ്ങനെ വെപ്രാളമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചേട്ടാ പോട്ടോ പുള്ളിക്ക് വേഗം പോകണമായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ വന്നിട്ട് ഇവിടെ പ്ലാമൂട് വരുമ്പോഴാണ് ഈ പ്രശ്നം. അതിന് മുമ്പ് ഇവരെ മുമ്പിൽ പട്ടത്ത് അതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് പട്ടത്ത് വന്നപ്പോഴത്തേക്ക് ആളിറക്കി വണ്ടി വലത്തോട്ട് പിടിച്ചപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പട്ടത്ത് സിഗ്നൽ കഴിഞ്ഞ് ലെഫ്റ്റ് വണ്ടി നിർത്തി ആളിറക്കി ഇറക്കിയിട്ട് വലത്തോട്ട് ഇവര് വരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ട് കാറ് ഓവർടേക്ക് ചെയ്ത് പോയി. മൂന്നാമത്തെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വലത്തോട്ട് പോകണ്ടേ. അപ്പൊ നിങ്ങൾ എടുത്തപ്പോഴത്തേക്ക് എടുത്തിട്ട് ഞാൻ ആ കുറച്ച് താഴെ എത്തിയപ്പോഴത്തേക്കും മറ്റേ കുറവൻകോണ റോഡിലോട്ട് കയറില്ല, കട്ടിങ്. അവിടെ എത്തിയപ്പോൾ സ്പേസ് ഇടത്തോട്ട് മാറ്റി കൊടുത്തു. അപ്പോൾ കാറ് കയറിപ്പോയി. കയറിപ്പോയി ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയിട്ട് പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ബ്രേക്ക് കിട്ടി. ആ വഴിയിൽ വെച്ച് പള്ളിയിലല്ല, മറ്റേ ആർച്ചില്ലേ നമ്മുടെ കോവളം കന്യാകുമാരി. അതായത് PMG ഒക്കെ കഴിഞ്ഞോ? PMG കഴിഞ്ഞില്ല. ഈ പട്ടം കഴിഞ്ഞ് തന്നെ വലിയൊരു ആർച്ചിരിക്കുന്നില്ലേ, കന്യാകുമാരി എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ചവിട്ടി പിടിച്ച് മുമ്പിൽ വന്നിട്ട് ചവിട്ടി പിടിച്ചിട്ട് ഇടത്തോട്ട് തിരിച്ചപ്പോൾ ഇടത്തോട്ട് കാറ് പിടിക്കുന്നു, വലത്തോട്ട് പിടിച്ചപ്പോൾ വലത്തോട്ട്, സൈഡ് തരില്ല. ഇവര് ഹോണ്. അപ്പൊ ആ പാടെ അവർക്ക് ഇഷ്ടപ്പെടാതെ പോയത് അവരെ കടത്തി വിടുന്നതിന് മുമ്പ് നിങ്ങൾ വണ്ടി എടുത്തുന്നുള്ളതാണ്. അതെ, നിങ്ങൾ സിഗ്നലിൽ നിങ്ങൾ വണ്ടി സ്റ്റോപ്പിൽ നിർത്തിയിട്ട് വണ്ടി മുമ്പ്, അതിപ്പോ സ്വാഭാവികമായിട്ടും KSRTC ഡ്രൈവർമാർ ചെയ്യുന്നതാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വന്ന വാക്കിന് അങ്ങനെ പോകാൻ സൈഡ് കൊടുക്കാത്തോണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടല്ല. അതാണ് പലപ്പോഴും അവർക്ക് പോകണം, അതെടുത്ത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇത്രയും അത്യാവശ്യപ്പെട്ട് ഡിമ്മും ബ്രൈറ്റും ഇട്ട് അടിച്ചിട്ട് കയറിപ്പോയ കാറെന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിച്ചു നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ലൈറ്റ് ഇട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ നിന്ന് വന്ന് ഹോൺ അടിച്ച് പിടിച്ച് വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഹോൺ അടിച്ച് ബല പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചത് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അപ്പുറത്തോട്ടല്ലേ പോകുന്നത്, പിന്നെ ഇങ്ങോട്ട് ഇവിടെ അത്യാവശ്യപ്പെട്ട് പോവാം. കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തോട്ട് സ്പേസ് വന്നിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വന്നിട്ട് ഒതുക്കി കൊടുത്തു. അപ്പോൾ അത്ര അത്യാവശ്യമുള്ളതാണെങ്കിൽ അതേ സ്പീഡിൽ തന്നെ പോകും, നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെ പ്ലാമൂട് ജംഗ്ഷൻ മുമ്പിൽ വന്ന് അവർ അങ്ങോട്ടും കേട്ടാതെ വന്നപ്പോൾ ഒരു ബിവറേജ് വരുന്നത് വലത് സൈഡിൽ ഇടത് സൈഡിലാന്നാണ് ആരോ പറയുന്നത് കേട്ടോ. നേരത്തെ വലത് സൈഡായിരുന്നു. ആ ഭാഗത്തെത്തിയപ്പോഴത്തേക്ക് ഇത്രയ്ക്ക് റോഡ് വികാസം പ്രാപിച്ചു. ഇത്രയും വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ കാറുകാരനും ഒരു ആട്ടോക്കാരൻ വെള്ള വരയോട് നടുക്കൂടെ തന്നെ പോവുകയാണ്. ഫ്രണ്ട് ടയർ വെള്ള വര. അങ്ങനെ പോവുകയാണ്. ഈ ലോകത്തൊന്നും അല്ലാത്ത രീതിയിൽ അങ്ങ് പോവുകയാണ്. ഇത്രയും സ്ഥലം കിടന്നിട്ട് ഇടത്തോട്ടും പോലുള്ള വലത്തോട്ടും പോലുള്ള ഇദ്ദേഹം വലത് സൈഡിൽ കൂടെ ഇങ്ങനെ ആട്ടോക്കാരനും ഒപ്പത്തിനൊപ്പം ഇങ്ങനെ പയ്യെ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും അത്യാവശ്യപ്പെട്ട് ഹോൺ അടിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പയ്യെ പോകണം. ഞാൻ രണ്ടുപേരെ ഹോൺ അടിച്ചു, ഡിം ബ്രൈറ്റ് ഇട്ടിട്ട് ഒരു അനക്കമില്ല, രണ്ട് വണ്ടിയും മാറി. പിന്നെ ഞാൻ ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഞാൻ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ തന്നെ വന്ന വഴിയിൽ കൂടെ തന്നെ ഹോൺ അടിച്ച് കയറിപ്പോയി. അഥവാ ഞാൻ കയറുമ്പോൾ ഇടത് സൈഡിലെ ട്രാക്ക് പിടിച്ച് പോകുമ്പോൾ ഈ ആട്ടോക്കാരൻ വല്ല ഇടത്തോട്ട് പിടിച്ച് കഴിഞ്ഞാൽ തട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഹോൺ അടിച്ച് കയറി ആക്സിലേറ്റർ കൊടുത്ത് കയറിപ്പോയി. ഉള്ള ലോഡ് ഗിയറും പിടിച്ചിട്ടിട്ട് കയറ്റമില്ലേ, കയറ്റത്തിൽ 1 വേയിൽ കയറണം. കയറിയില്ലെങ്കിൽ ഈ കാറുകാരെ ഇത് തന്നെ നമ്മുടെ അടുത്ത് ഫ്രണ്ടിൽ കിടന്ന് കാണിക്കും. അപ്പോൾ ഞാൻ ഓവർടേക്ക് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്ത് പോകണം കണ്ടപ്പോൾ ഈ കാറ് ആട്ടയെ ഓവർടേക്ക് ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടുന്നത് എനിക്ക് ഗ്ലാസ്സിൽ കൂടെ കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പം മര്യാദ എനിക്കുള്ള പണിയാണ് ഇവൻ തന്നത്. അപ്പോൾ ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് കയറി വലത്തോട്ട് പിടിച്ചങ്ങ് കയറിപ്പോയി.
അപ്പൊ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോഴും പറ്റില്ല. അപ്പൊ നിങ്ങൾ വണ്ടി ഇരിക്കുന്ന ആരും കാണുന്നില്ല. അല്ല, ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓവർടേക്ക് ചെയ്ത് കയറിയതിന് ശേഷം ഞാൻ ഇത്തിരി സ്ലോയിൽ അങ്ങ് പോയി. എന്നിട്ട് അവര് ചെറിയൊരു പണി പയ്യെ അങ്ങ് പോയി. എന്ന് വെച്ചാൽ എനിക്കും വണ്ടി ഓടിക്കാൻ അറിയാമെന്നുള്ളത് അറിയിക്കില്ല. അപ്പൊ പയ്യെ പോയതിന്റെ വേവാണ് ആശ അവിടെ വന്ന് തീർത്തത്. അല്ല, അപ്പൊ നിങ്ങൾ പുറകോട്ട് നോക്കും, വണ്ടി ഇരിക്കുന്ന ഡ്രൈവറെ കണ്ടു കാണും. ഏത് വണ്ടി ഓടിക്കുന്ന, കാർ ഓടിക്കുന്ന ആളെ കണ്ടു? എനിക്ക് അതിന്റെ അകത്തിരിക്കുന്ന ഒരു വ്യക്തികളെയും കണ്ടിട്ടില്ല. ആ ബാക്കിലിരിക്കുന്ന പെണ്ണാണോ ആണാണോ എന്ന് അല്ല, എന്നാലും കാറും ഡ്രൈവറെ കാണത്തില്ല, മുമ്പിൽ വണ്ടി ഓടിക്കുന്നവരെ കാണത്തില്ല. കാണാൻ പറ്റില്ല, ഒരേ ദിശയിൽ പോകണല്ലേ, ഓപ്പോസിറ്റ് അല്ലേ കാണാൻ പറ്റുള്ളൂ. ഈ ഡ്രൈവറിന്റെ അടുത്ത് പോലും നമ്മുടെ ഈ ഗ്ലാസ് ബോഡി വണ്ടി ആയതുകൊണ്ട് ഈ റണ്ണറിൽ നിന്ന് ഗ്ലാസ് നീങ്ങൂല. കൈ പോലും വെളിയിട്ട് എന്താ ആണെങ്കിലെന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. പിന്നെ കാണിച്ചില്ല, എന്ത് ആംഗ്യം കാണിക്കാൻ. ഞാൻ അപ്പോഴും ചോദിക്കണേ, ഇതാണ് ചോദിച്ചത്, എന്ത് ആംഗ്യം. കലിപ്പ് കയറിയിട്ട് ഇല്ല ഇല്ല, ഞാൻ പോലും കാണിച്ചിട്ട് പണ്ടൊക്കെ, ഇപ്പൊ അല്ല, കലിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും പണി പഠിക്കുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾ കാണിച്ചു കാണും. നമ്മൾ കലിപ്പ് കാണിക്കണമെങ്കിലും അതും പുറകിലിരിക്കുന്ന യാത്രക്കാരുടെ അടുത്ത് കാണിക്കോ ഡ്രൈവറിന്റെ അടുത്ത് കാണിക്കോ? കാണിക്കണമെങ്കിലും ഡ്രൈവറിന്റെ അടുത്ത്. ഞാൻ ചോദിച്ചു, അവന്റെ അടുത്ത് ചോദിച്ചു, പാളയത്ത് കൊണ്ട് ക്രോസിന് വെച്ചപ്പോ കേട്ട് റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഡോറ് തുറന്നിട്ട് ഇവൻ ഭയങ്കര ഷോ ആയിരുന്നു. അല്ല, എന്നിട്ട് നിങ്ങൾ നേരെ ഞാൻ നിങ്ങൾ ഇതിലേ പോയി, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ നിയമസഭാ മന്ദിരത്തിന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോയി, മറുഭാഗത്ത് പോയില്ല. ഇല്ല, അവിടെ ആള് ഇറങ്ങാനില്ല. വിളിച്ച് ചോദിച്ചപ്പോ ആരും ഇറങ്ങാനില്ല. പാളയത്ത് ഇറങ്ങാണ്ടാന്ന് ചോദിച്ചു, ആരും ഇല്ല. പാളയത്ത് ഒന്ന് സ്ലോ ചെയ്ത് പള്ളിയുടെ സ്ലോ ചെയ്തപ്പോഴും ഈ കാറിന് കയറി പോയില്ല. ഇത് ബാക്കിൽ തന്നെ വെച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വണ്ടി കൊണ്ട് നിർത്തി യൂണിവേഴ്സിറ്റിയുടെ അവിടെ പാളയത്ത് സിഗ്നൽ ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഓറഞ്ച് കത്തി റെഡായി. ഞാൻ ഇങ്ങനെ നിർത്തി, സ്ലോയിൽ നിർത്തി, അടുത്ത ഗിയർ മാറ്റി, അടുത്ത വണ്ടി ഗ്രീന് വിടുന്ന വണ്ടി എടുത്ത സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. അതുവരെ പുറകെ നിന്ന് സൈഡിൽ കൂടെ ഇങ്ങനെ വരെയായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കൊണ്ടുവന്ന് അടുത്ത എന്തൊരു പരിപാടിയാണെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കുറുക്കെ വെച്ചിട്ട് 2 പയ്യന്മാർ ഇറങ്ങി വന്നു. ഒരു പൊക്കമുള്ള പയ്യനാണ് വന്ന് ഡോറ് തുറന്നിട്ട് ഷോ മൊത്തം കാണിച്ചു. അത് MLA ആയിരുന്നു? അല്ല, MLA അല്ല, പൊക്കമുള്ള പയ്യനെന്ന് വെച്ചാൽ MLA അല്ല വന്നത്. മറ്റേ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ, കാർ ഓട്ടിച്ച പയ്യനും പയ്യനായിരുന്നു ഓടിച്ചിരുന്നത്. അവനാണ് ആദ്യം ഇറങ്ങി വരുന്നതും. അവനും അവന്റെ കൂടെ ഒരു താടി വെച്ച ഒരു പയ്യനെ ഇറങ്ങി വന്നിട്ട്, നീ എന്താടാ റാഷ് ഡ്രൈവിങ് ഓടിച്ചിട്ട് നമ്മളെ ഇടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു. 2 കാറിനെ തട്ടാൻ വന്നു, നമ്മളെ കാറിനെ തട്ടാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വണ്ടിയിൽ നിങ്ങളെ വണ്ടി തട്ടാൻ വന്നത് നിങ്ങൾ കണ്ടോ? അത് നിങ്ങളെ റാഷ് ഡ്രൈവിങ് കാരണമല്ലേ പറ്റിയത്. അപ്പോൾ നിങ്ങളത് നേരെയാണ് ഓടിച്ചതല്ലേ എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. നീ ആദ്യം സംസാരിക്കാതെ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. 3 ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടതാണ്, വണ്ടി എടുത്ത് പറഞ്ഞു. അത് പോലീസ് വന്നിട്ട് നീ എടുത്താൽ മതി. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യം നീ ആരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിൻ്റെ തന്തയുടെ വകയാടാ നിങ്ങൾ റോഡൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ചാടിയപ്പോൾ ഞാൻ കേട്ട നിൻ്റെ തന്തയുടെ വകയാണെന്ന് ചോദിച്ചു. എൻ്റെ തന്തയ്ക്ക് വിളിക്കാനെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം നിൻ്റെ തന്തയുടെ വകയെന്ന് കേട്ടപ്പോൾ MLA വന്നു. ഞാൻ MLA ആണെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് വന്ന് വേറൊരു 2 ചേച്ചിമാർ വന്നു. 2 ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞു, മേയറെ കണ്ടുപിടിയിട്ടില്ലേ? ഇല്ല, എനിക്കങ്ങനെ അറിയാം. മേയറെന്ന് എഴുതിയിട്ടില്ലായിരുന്നു. എനിക്കറിയത്തില്ല, രാഷ്ട്രീയത്തിലൊക്കെ പഴയ SFI-കാരനായിട്ട്. പഴയ SFI-കാരനെന്ന് വെച്ചാൽ ഞാൻ SFI-കാരനപ്പോൾ ഈ മേയറല്ലായിരുന്നല്ലോ. അവർ മേയർ എന്നുള്ളത് ഒന്നീ നെറ്റിയിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ വണ്ടിയിൽ എഴുതി വെക്കണം. അല്ലാതെ പിന്നെ അവർ മേയറാണെന്നുള്ളത് എൻ്റെ അടുത്ത് പിന്നീട് വഴക്ക് കൂടിയപ്പോഴാണ് ഞാൻ ആര്യയാണ്. ഞാൻ പറഞ്ഞാൽ അതിന് എനിക്ക് എന്നിട്ടും കത്തില്ല. ആര്യയാണെന്ന് പറഞ്ഞിട്ട് കത്ത. ആര്യ രാജേന്ദ്രനാണ്. ഇനിയിപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അവന് കത്തുമെന്ന് വിചാരിച്ചാണ്. അപ്പോഴും കത്തിയില്ല. ഇപ്പോൾ വണ്ടി ഓടിച്ച് ഇത്രയും ഉറക്ക ക്ഷീണത്തിൽ വരുമ്പോഴത്തേക്ക് ആര്യയാണെന്ന് പറഞ്ഞാൽ, രാജാവാണെന്ന് പറഞ്ഞാലും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാം കൈവിട്ടു പോയെന്നാണ് ഞാൻ ബ്ലിങ്കസിയാന്ന് പറഞ്ഞാൽ. പിന്നെ മിണ്ടാൻ പറ്റിയില്ല. മേയറാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് മിണ്ടായി. വേറൊരു ആട്ടോക്കാരൻ വന്നിട്ട് പറയാണ് മേയറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്റെ പാട് നോക്കി പോളെ, നീ ചുമ്മാ മേയറാണെന്ന് പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ ചുമ്മാന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടല്ല. നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തലേന്ന് ഒഴിച്ചു വിടാനല്ലേ നോക്കുള്ളൂ. നമ്മളിപ്പോൾ ഇവരെ ഈ പാർട്ടി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മളെന്തായാലും ഈ തലയിൽ വലിച്ചു വയ്ക്കാൻ നോക്കൂല. അപ്പോൾ മേയറും വന്നു, MLA സച്ചിൻ ദേവും വന്നു. ഇവർ വണ്ടിക്കകത്ത് വന്ന് ഡോറ് തട്ടി ഭയങ്കര ബഹളം, ഡോർ ഇടിച്ച് പൊട്ടിക്കുമെന്ന് കണ്ടപ്പോഴാണ് ഡോറ് തുറന്നത്. കണ്ടക്ടർ പറഞ്ഞിട്ടാണ് തുറക്കണേ, അല്ലാതെ തുറക്കാൻ പാടില്ല. ഞാൻ വണ്ടി ഓഫ് ചെയ്ത് നട റോഡിൽ അങ്ങിട്ട് പോലീസ് വന്നല്ലാതെ വണ്ടി എടുക്കൂലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, നീയാണ് ക്രോസിന് ഇങ്ങനെ കൊണ്ടുവച്ചത്, വണ്ടി ഇങ്ങനെ ക്രോസിന് കൊണ്ടുവച്ച നീയാണ്, അപ്പം നിനക്ക് വയ്യെന്ന് ചോദിച്ചു.
അപ്പോൾ അതൊക്കെ ആയിരിക്കും ക്ഷീണമായത്. അപ്പോൾ അനിയൻ റിമാൻഡിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആംഗ്യ ഭാഷ, ആംഗ്യ വിക്ഷേപണം എന്നൊക്കെ പറഞ്ഞ് മാഡം രക്ഷിക്കാൻ നോക്കിയത്. മനസ്സിലായി. മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ കേസിനും കോടതിയിലും പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ വണ്ടിക്കകത്ത് MLA വണ്ടിക്കകത്ത് കയറി. കയറിയപ്പോഴോ വണ്ടി ഒതുക്കാൻ പറഞ്ഞു. കയറിയിട്ടും വണ്ടി കണ്ടക്ടറോട് പറഞ്ഞു, കണ്ടക്ടറിന്റെ സീറ്റിൽ നിന്ന് കണ്ടക്ടറിനെ എണീപ്പിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വണ്ടി ഒതുക്കില്ല, MLA എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ MLA ആണെന്ന് പറഞ്ഞുള്ളത്. ഞാൻ പറഞ്ഞു പോലീസ് വരട്ടെന്ന് പറഞ്ഞു. പോലീസ് വന്നല്ലാതെ വണ്ടി ഒതുക്കാന്ന് പറഞ്ഞപ്പോൾ ബ്ലോക്കായി വഴി. വണ്ടി ബ്ലോക്കൊന്നുമില്ല, രണ്ട് സൈഡിൽ കൂടെ കാറുകൾ പൊക്കോണ്ടിരിക്കുകയില്ലേ. ഇവരെ കാർ അവസാനം പോലീസ് വന്നപ്പോഴാണ് പെട്ടെന്ന് എടുത്ത് മാറ്റി. അനിയനെയും കാണാനില്ല, ആരെയും കാണാനില്ല. ഇവരെല്ലാം മദ്യപിച്ച് വന്ന് നോക്കിയിട്ട് പോലുമില്ല. എന്നെ പോലീസ് വന്നിട്ട് പറഞ്ഞു വണ്ടി ഒതുക്കാൻ പറഞ്ഞു. പോലീസ് വന്നതിന് ശേഷം ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ പോലീസിൻ്റെ ജീപ്പിൽ കയറി നേരെ ചെല്ല ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുത്തപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല? ഇവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടില്ല അവരെ കൊണ്ടുപോകണമെന്ന്? അവരെ കൊണ്ടുപോകണമെന്ന് പറയാനല്ലേ പറ്റുള്ളൂ. പോലീസിൻ്റെ പറഞ്ഞു. പറഞ്ഞു. പോലീസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആദ്യം നിൻ്റെ കാര്യം നോക്കും, നീ നിൻ്റെ കാര്യം നോക്ക്, മെഡിക്കൽ എടുക്കാൻ നീ ആദ്യം നോക്കും, നിൻ്റെ സേഫ്റ്റി നോക്കുന്നു എന്ന് പറഞ്ഞു. നന്നായി ഒരു തരത്തിലല്ലേ? അത് നന്നായി എന്ന് പറയും. പിന്നീട് പറയും മദ്യപിച്ചെന്നൊന്നും ഭയങ്കരമായിട്ട് പറഞ്ഞാൽ അത് കൊണ്ടുപോയെടുത്തത് MDMA എടുത്തതെന്ന് പറഞ്ഞാലും ഇത് അതേ പ്രശ്നമായിരുന്നു. എന്തായാലും അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി നിങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് സംഭവിച്ചു. അത് കഴിഞ്ഞ് 10:30 തൊട്ട് ഇതേപോലെ ഒരു കസാരയിൽ കൊതുകടി. അല്ല, മെഡിക്കൽ കോളേജ് ജനാശുപത്രി നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി? കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരുന്നു. കൺട്രോൾമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടിരുത്തിയിരുന്നു. ഇതേപോലെ ഇരുത്തിയിരുന്നു. രാത്രി 10:30 തൊട്ട് പിറ്റേ ദിവസം രാവിലെ 10:30 വരെ. രാത്രി 10 പിറ്റേ ദിവസം രാവിലെ 10 കൺട്രോൾമെന്റ് സ്റ്റേഷൻ ഇരുത്തി. അവര് അലമ്പുണ്ടാക്കിയിട്ട് അവരലമ്പുണ്ടാക്കി അവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെയാണ് ഇരുത്തിയിരുന്നത്. എന്നിട്ട് അതിനിടയ്ക്ക് ഒരു 10:35-40 ആയപ്പോൾ കണ്ടക്ടർ വിളിക്കുകയാണ്. കണ്ടക്ടർ വിളിച്ചിട്ട് റഹീം തന്നതെന്ന് പറയരുത്, ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞ് മേയറെ നമ്പറാണ്, ഒന്ന് വിളിച്ച് സംസാരിക്കും, വിളിച്ച് സോറി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ കേസൊന്നും ആവില്ല, അല്ലെങ്കിൽ അവർ കേസാക്കും. ഞാൻ വിളിച്ചിട്ട് മാഡം ഇങ്ങനെ യദുവാണ് നേരത്തെ വിഷയത്തിലുള്ള ആൾ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു മാഡമാണെന്നുള്ള കേസ്. മാഡം പറഞ്ഞപ്പോഴും അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അറിയത്തില്ല, തെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. എന്ന് വെച്ചാൽ അറിയാതെ ഇങ്ങനെ അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി മാഡം എന്ന് പറഞ്ഞത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. തെറ്റ് സമ്മതിച്ചില്ല. നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ തെറ്റ്, പിന്നെ സംസാരിച്ച് തർക്കത്തിലായി, പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലാത്ത അവസ്ഥ. അപ്പോൾ അത് ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് മാഡത്തിന് മനസ്സിലായിട്ട് മാഡം റെക്കോർഡ് ചെയ്യുക. ഹലോ എന്താണ് ഏതാണ്, ഓ ഹേ ഹേ പ്രഭു എന്ന് പറയും പോലെ, ഹേ നിങ്ങൾ നിയമപരമായിട്ട് നേരിട്ടോളൂ, കോടതി പൊക്കോളൂ. അത് തന്നെ ഞാൻ മാഡം അവസാനം പറഞ്ഞതിന് ഞാൻ പാലിച്ചുകൊണ്ട് പോകും. മാഡം പറയണ ആ ഒരു കാര്യം ഇങ്ങനെ പാലിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ പോയിട്ട് നീതി നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഈ 10:30 വരെ, രാവിലെ വെളുപ്പാങ്കാലത്ത് 10:30 വരെ ഇരുന്നപ്പോൾ നിങ്ങൾ പോലീസ് മോശമായിട്ട് എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് 10:30 തന്നെ പോലീസ് തന്നെ പറയുന്നുണ്ട്, നീ വിളിച്ച് സംസാരിച്ചിട്ട് അവർ വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിൽ അടുത്ത നിൻ്റെ പേരിൽ നല്ല ചാർജുകളൊക്കെയാണ് എഴുതി ചേർക്കാൻ പറഞ്ഞേക്കുന്നത്. അവിടെ നിന്ന് വിളിച്ച് ഞാൻ എഴുതി കൊടുത്ത പരാതി 10:35 പരാതി അപ്പോഴേ പോലീസുകാരൻ പറഞ്ഞിട്ട് എന്നെ എഴുതി, നീ പെട്ടെന്ന് പരാതി എഴുതിത്താ, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് ഇവരകത്താക്കും, അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പോഴപ്പോഴായിട്ട് എൻ്റെ പരാതിയുടെ ഫോട്ടോ എടുത്ത് ഓരോ സിവിൽ ഡ്രസ്സിൽ വന്ന് പോലീസുകാരന്മാരെടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം പരാതി എഴുതിയതും ഒരു പോലീസുകാരൻ വന്ന് ഫോട്ടോ എടുത്ത് മാഡത്തിന് അയച്ചു കൊടുക്കുകയും മാഡവുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും അയച്ചു കൊടുക്കുകയും. അല്ല, അത് കഴിഞ്ഞിട്ട് സമ്മർദ്ദം വല്ലതും ഉണ്ടായോ? സമ്മർദ്ദം ഉണ്ടാവാൻ ആരെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനായിട്ട് വിജിലൻസുകാർ വന്ന്, KSRTCയിലെ വിജിലൻസുകാർ വന്ന്, നീ എന്നാലും ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞു എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് സാറിൻ്റെ തന്തയ്ക്ക് അല്ല വിളിച്ചെന്ന്. പിന്നെ എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ ഇത്രയും താഴ്ന്ന് സംസാരിച്ചാൽ പോലെ, അവരല്ലേ തെറ്റ് ചെയ്തതെന്ന്. അവർ വലിയ ആൾക്കാരാണ്, നിനക്ക് അവരോട് മുട്ടി നിൽക്കാൻ പറ്റൂ എന്നപ്പോൾ ചോദിച്ചു വിജിലൻസുകാർ വന്നിട്ട്. പിന്നെ അനുഭവം ഉള്ള ജോലിയും കൂടെ പോയും. ഞാൻ പറഞ്ഞു പോയാലും കുഴപ്പമില്ല, ഇത് തെറ്റ് ചെയ്തതിൻ്റെ തെറ്റെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അതിപ്പോൾ മുഖ്യമന്ത്രി ആയാലും ഇനി പ്രധാനമന്ത്രി ആയാലും തെറ്റെന്ന് സമ്മതിക്കാതെ അവർ ന്യായീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ 10:30 ആയപ്പോഴത്തേക്കും കോടതി കൊണ്ടുപോയി? കോടതിയിലല്ല, ഒരിടവും കൊണ്ടുപോയില്ല, സ്റ്റേഷനിൽ തന്നെ.
അത് വിട്ടു. 10:30 തൊട്ട് രാവിലെ 10:30 വരെ അവിടെ നിന്ന് അല്ല, അത് കഴിഞ്ഞ് സംഭവിച്ചു രാവിലെ അത് 10. കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് ജാമ്യം എടുത്ത് ഇറങ്ങി 11 മണിക്ക്. അതിന് രാത്രി വന്ന വിടത്തില്ലായിരുന്നു പോലീസ്? രാത്രി വിടാൻ പറഞ്ഞു, പക്ഷെ ഇവരെ പറഞ്ഞു വിടണ്ടെന്ന്. മേയർ പറഞ്ഞു വിടരുത്. ആരാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്ന് എന്തോ വിളിച്ചു പറഞ്ഞു വിടണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നിങ്ങൾ അന്ന് അപ്പോഴേ വിടായിരുന്നു, പക്ഷെ പോലീസ് മനഃപൂർവ്വം നിങ്ങളെ അത്ര നേരം പിന്നെ ഇത്രയും നേരം അവരുടെ അടുത്ത് കയർത്തോണ്ടായിരിക്കും ഇവരുടെ അടുത്ത്. നിങ്ങൾ ഉറങ്ങുന്നത് കാരണം ചുമ്മാ ഇരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഈ കസാരയിൽ ഇതേപോലെ ഒരു കസാരയിൽ അല്ലെങ്കിൽ സാറിനെ പിടിച്ച് അവിടെ ഇരുത്തിയിരുന്ന ഒരു കൊതുകടിയും കൊണ്ടിട്ട് സുഖമായിട്ട് ഇത് എങ്കിലും ഉണ്ട്, ഇവിടെ ഇരുന്നെങ്കിലും ഉറങ്ങാൻ പറ്റും. മറ്റതാണെങ്കിൽ കൊതുകടിയും കൊണ്ട് ഇത് ജയിലിൻ്റെ അകത്ത് കിടക്കും പോലെയാണ് അവിടെ ഇരുന്നത്. വെള്ളം ഇടയ്ക്ക് എണീറ്റ് പോയി വെള്ളം കുടിക്കാൻ നിർത്തി എവിടെ പോകണമെന്ന്. ഞാൻ വെള്ളം കുടിക്കണ്ടേ മനുഷ്യന്, എണീറ്റ് ഓടണമെന്നില്ല, ഞാൻ ഓടാനൊന്നും പോകില്ല, ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞിനെ ആരും നോക്കി അന്ന്? കുഞ്ഞിനെ അമ്മയും അച്ഛനും ഉണ്ട്. ഞാൻ പോകുമ്പോഴൊക്കെ അച്ഛനും അമ്മയാണ് നോക്കുന്നത്. ശരി. എന്നിട്ട് പിറ്റേ ദിവസം 10:30 പൊക്കോളാൻ പറഞ്ഞു? 10:30 പൊക്കോളാൻ പറഞ്ഞ് ഇനി എപ്പോഴും വിളിപ്പിച്ചാലും വരണമെന്നാണ് ഞാൻ. അപ്പൊ അവിടെ തീരേണ്ടതായിരുന്നു. നിങ്ങൾ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത? എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്തു? പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുത്തത്? ഞാൻ കോടതി കൊടുത്തു, വക്കീലിനെ കണ്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വാർത്തയായല്ലേ? വാർത്ത അപ്പോഴത്തേക്ക് ആയപ്പോഴാണ് ഞാൻ പിറ്റേ ദിവസം കണ്ണു തുറന്നപ്പോഴാണ് ഞാൻ ആ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങി. അതിൻ്റെ പിറ്റേ ദിവസം ന്യൂസ് യൂട്യൂബൊക്കെ തുറന്നു നോക്കിയപ്പോൾ എന്തൊരു സാലറി തന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അത് വൈറലായി. അതാണ് വൈറലായത്. ഞാൻ നോക്കിയപ്പോൾ ഇവർ മേയറാണ്, പാർട്ടിക്കാരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശമ്പളം വാങ്ങിച്ചു തരാൻ ഞാൻ പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് സാധാരണപ്പെട്ടവർ അവസരം കിട്ടില്ലല്ലേ? അല്ല, അവസരം നേരിട്ട് അവസരം കിട്ടി. ഇങ്ങനെ ഒരു അവസരം മേയറല്ലേ അവർ ഇത്രയും പറഞ്ഞു. പോലീസൊക്കെ വന്ന സ്ഥിതിക്ക് നിനക്ക് ശമ്പളം കിട്ടണ്ടടാ, മറ്റേ ആ പൊക്കമുള്ള അനിയൻ വന്നിട്ട് ഇങ്ങനെയുള്ളവന് ശമ്പളം കിട്ടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോടേന്ന് പറഞ്ഞു. അവനെ എനിക്ക് പുച്ഛമായിരുന്നു. അവൻ സംസാരിക്കേണ്ട കാര്യം എന്ത്? മേയർ സംസാരിക്കുക, MLA സംസാരിക്കുക. ഇതുമായിട്ട് ഒരു മേയറിൻ്റെ അനിയനെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും കിടന്ന് കാണിക്കേണ്ട കാര്യം എവനെയാണ് ആദ്യം പിടിച്ചകത്താക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ അത് വൈറലായപ്പോഴാണ് അതുവരെ നിങ്ങൾ വാർത്തയാക്കാനൊന്നും ആഗ്രഹിച്ചില്ല? ഇല്ല. ആരെ അപ്രോച്ച്? പത്രക്കാരും പരിചയം ഉണ്ടായിരുന്നില്ല? പത്രക്കാരെ ആരെയും പരിചയമില്ല. പിന്നെ വൈറലായപ്പോൾ അനിയനോടൊന്നും പറഞ്ഞില്ല? ചേട്ടന്മാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടന്മാരെയൊക്കെ അവരെയൊന്നും ഇതിന് നിങ്ങൾ വാർത്തയാക്കാതെ എങ്ങനെ നിയമ പോരാട്ടം നടത്താനാണ് തീരുമാനിച്ചത്? വാർത്തയാക്കാതെ നിയമ പോരാട്ടം വാർത്തയാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല? ശ്രമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ വാർത്തയായി ഓൾറെഡി. അതങ്ങനെ വാർത്തയാക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. തന്നെത്താനെ വാർത്തയായി. പിന്നെ നിയമ പോരാട്ടം എന്ന് വെച്ചാൽ വക്കീൽ, എൻ്റെ ഡിവോഴ്സ് കേസ് ചെയ്ത വക്കീലാണ് അശോക് പി നായർ. എന്താ കുടുംബത്തിന് എന്ത് പറ്റി? പറയാൻ പറ്റുന്നുണ്ടോ? ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ പെൺകുട്ടിയെ കുറിച്ച് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. അത് പറഞ്ഞിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു? 6 വർഷം. ഈ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു തീർക്കണമെന്ന് പറഞ്ഞ്? വീട്ടുകാർ അച്ഛനും അമ്മയും പറഞ്ഞ് ഇത്രയും തോന്നിയ ദിവസം കാണിച്ചു ഒരു കേസ് തന്നെ കൊടുക്കണം എന്ന് തന്നെ പറയണം. അവർ ഒരു ഇതിനിടയ്ക്ക് നിങ്ങളുടെ പേരിൽ ഒരു പീഡന കേസുണ്ടായി, നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു. 2017 മറ്റേ അടി ഞാൻ പറഞ്ഞില്ലേ, ആ കേസിൽ അതാണ്. അതും കോടതിയിൽ പോയിട്ട് ഇവർ അവസാനം ജഡ്ജി പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ലാത്ത പയ്യനെ കുറിച്ച് ഇങ്ങനെ സംഭവം അവര് പറയുന്ന. അതായത് നിങ്ങൾക്ക് പഴയ വിഷയമുണ്ട് അല്ലേ? അതായത് ചേട്ടൻ അലമ്പ അടിയുണ്ടാക്കിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസിലെ നടിയാണ് ഈ പറഞ്ഞ പീഡന കേസിലെ ചേച്ചി. മറ്റേ ആദ്യത്തെ ആ പയ്യന്റെ അടിയുടെ കേസ് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞ് ആഴ്ച കഴിഞ്ഞ് അവന്റെ സഹോദരിയാണ് ഈ പരാതി കൊടുത്തത്. എന്റെ വീട്ടിന്റെ അടുത്ത് വന്ന് ആദ്യം ചെറിയൊരു വെള്ളക്കെട്ടുള്ള സ്ഥലം, അവിടെ സ്ഥലം വാങ്ങിച്ച് ഇവർ വീട് വെച്ചതിന് ശേഷം അവിടെ വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ആദ്യം ഇവർ എവിടെയില്ല താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ താമസത്തിന് വന്നിട്ടാണ് ഇവർ ഈ അതുവഴി പോയപ്പോൾ എന്തോ അശ്ലീലം കാണിച്ചെന്നോ പറഞ്ഞെന്നോ ആവലാതിക്കാരി എന്തോന്നൊക്കെ പേപ്പറിൽ എഴുതി വെച്ചു സംഭവം. അങ്ങനെ ഇവർ പരാതി കൊടുത്ത്. ഇപ്പം പൊതുവേ പെണ്ണുങ്ങൾ അറസ്റ്റ് ചെയ്തില്ല. പിന്നെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇവർ പാർട്ടിയിൽ നിന്ന് വിളിച്ചു വന്ന അന്ന് സമ്പത്ത് സാറാണ് SI സമ്പത്തെന്ന് പറഞ്ഞാൽ ജിമ്മ്. സമ്പത്ത് സാറെന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്, മൂത്ത ചേട്ടൻ്റെ. അവരൊരുമിച്ച് നിയമ സ്കൂളിൽ പഠിച്ചാണ്. ഇടിച്ചെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഇടിയാ. ചേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് ഇടിച്ചു? ചേട്ടൻ്റെ കൂട്ടുകാരനാണെന്ന് പിന്നീടാണ് പ്രവീണിൻ്റെ അനിയനാണെന്നോ സോറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കിട്ടിയിട്ട് ഇനി സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം സാറേ? ഈ പരാതി കിട്ടിയപ്പോഴേ നിങ്ങളെ പിടിച്ചോണ്ട് പോയി? അത് പാർട്ടി ഞാൻ എന്ത് ചെയ്യാൻ, എന്നെ പാർട്ടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിനക്ക് 2 തന്നു വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നു വിടാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കാണും തമ്പാനൂർ വെച്ച് സ്റ്റാൻഡ് വെച്ച്
കേട്ടപ്പോൾ പറഞ്ഞു സാറേ അന്നത്തെ നട്ടൽ വേദന ഇപ്പോഴും ഉണ്ട്. ശരിക്കും ഇടിച്ചു? ആ ഇടിയെന്ന് വെച്ചാൽ ശരിക്കല്ല, ഒരേ ഒരു ഇടിയെ അടിച്ചോളൂ. ആ ഇടിയിൽ നമ്മൾ ഇരുന്നു പോകും. നട്ടൽ ഈ ഭാഗത്ത് കുനിച്ചു നിർത്തിയാണ് ഇടിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഇപ്പോഴും നട്ടൽ വേദനയുണ്ട് ആ ഇടിക്ക്. എന്താ കേസിന് പോഞ്ഞേ? കേസിന് എന്തിന് കേസിന് പോകണത്? ഇതല്ലേ അവസ്ഥ. അന്നത്തെ അനുഭവമേ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കേസായിട്ടും ഞാനെന്ന് വെച്ചാൽ ഈ തെറ്റ് ചെയ്യാതെ ഇങ്ങനെ കേൾക്കേണ്ട കാര്യം. റിമാൻഡ് ചെയ്തിരുന്നോ? റിമാൻഡ് ചെയ്തില്ല. അത് റിമാൻഡ് എനിക്ക് അപ്പോഴത്തെ കേസ് എന്ന് വെച്ചാൽ ജയിലിൽ അടച്ചോ? ഇല്ല, ജയിലിലൊന്നും വന്നില്ല. ജയിലിൽ വന്നില്ല, സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇറങ്ങി ജാമ്യം തന്നു വിട്ടു. എന്നിട്ട് കേസ് പിന്നെ തള്ളിക്കളഞ്ഞോ? അവര് പിൻവലിച്ചോ? അവര് പിൻവലിച്ചെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് സംസാരിച്ച്, കോടതിയിൽ വന്നിട്ട് ഇവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഈ പയ്യനാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞ് ഒരു 25 വയസ്സായ ഒരു മാഡമായിരുന്നു നന്നായിരുന്നത്, നെയ്യാറ്റിങ്കര. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ പേരിൽ തിരിച്ച് കേസ് എടുക്കട്ടാന്ന് പറഞ്ഞു. അത് വേണ്ട മാഡം, എനിക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആയി. നിങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തില്ല? എന്തിന്? ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്തിനാണ്? ഉള്ള അടിയും കയ്യിലിരിക്കണ വാങ്ങിച്ച് പിടിച്ചിട്ട് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് എന്തിനാണ്? അപ്പോൾ അങ്ങനെ ഒരു ചിത്തപ്പേരായപ്പോൾ മൊത്തത്തിൽ നാട്ടിൽ മൊത്തം പെണ്ണുപിടിയനായിട്ടും ഇങ്ങനെ അശ്ലീലം കാണിക്കണവനായിട്ട് യവന്മാർ എന്നെ പറഞ്ഞു വരുത്തി ഈ പാർട്ടിക്കാർ. അതിനുശേഷമാണ് ഈ പാർട്ടി എന്ന് പറയുമ്പോൾ എനിക്കൊരു വെറുപ്പായത്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കാണ്, അതല്ലേ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു, നമ്മൾ കൊടി പിടിച്ചതുകൊണ്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് പോയി കിട്ടിയത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നടി വന്നല്ലോ നിങ്ങൾ വഴി വെച്ച് പണ്ട്, അത് നിലമ്പൂർ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് സംഭവിച്ചാണോ? അത് യമൻ പറയുന്ന വെച്ചാൽ ഉള്ളതാണോ എന്ന് സത്യസന്ധമായിട്ട് ആ കണ്ടക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ ഇങ്ങനെ വണ്ടിയിൽ നീ ഇറങ്ങിയിട്ടില്ല, അന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് കാണിക്കണമെന്ന് ചോദിച്ചതിന് ശേഷം ഇവർ പോലീസുകാരെ കണ്ടപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് വണ്ടിയെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ സംസാരിച്ചു, കണ്ടക്ടർ ഇറങ്ങി സംസാരിച്ച് ഈ നടി എന്ന് പറയുന്ന വ്യക്തിയാണ് കാർ കൊണ്ട് ഫ്രണ്ടിയിട്ട് കളിച്ചത് എന്ന് പറഞ്ഞ് പോലീസുകാരൻ പറഞ്ഞ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലല്ലോ പൊക്കോളാൻ പറഞ്ഞു. അഥവാ നിങ്ങൾക്ക് വല്ല പരാതി നടിയുടെ അടുത്ത് പറഞ്ഞു പോലും നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എഴുതി പേപ്പർ തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് അപ്പം താല്പര്യമില്ലാത്തവർ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ നിങ്ങൾ അതും ഇതുപോലെ തന്നെ ബലം പിടിച്ചതായിരിക്കും കയറാൻ. അവർ ഇങ്ങനെയൊക്കെ ഈ പല രീതിയിലും കാറുകൾ ഇതേപോലെ സർക്കസ് കാണിക്കും. നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല. ഇതേപോലെ 100,000 കേസുകൾ വരും. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാം. അവർക്ക് ഈഗോ ആയിരിക്കും, നമുക്ക് ഈഗോ ഒന്നുമില്ല. നമുക്ക് എങ്ങനെയാണ് സ്ഥലത്തെത്തുക, നമുക്ക് അങ്ങനെയാണ് സ്ഥലത്തെത്തുക. നമുക്ക് ഈ പെണ്ണുങ്ങളെ അടുത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഉപദ്രവിക്കണമെന്നോ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷനോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചേച്ചി വരുള്ളതല്ലേ, നമ്മൾ ഈ മുട്ടയിട്ടുണ്ടായതല്ലല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഈ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പോരാട്ടം നടത്താനും സർക്കാർ ഈ പറയുന്ന ഇത്രയും പവർഫുൾ ആയിട്ട് സംവിധാനം സർക്കാരിനെതിരെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെയായിട്ടല്ല, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ ഈ തോന്നിവാസം കാണിക്കാൻ പാടില്ല. നമ്മളെ ഓരോ ഓട്ടോ ഇട്ട് ജയിപ്പിച്ചിട്ട് നമ്മളെ പെടലിൽ കയറുന്ന കുതിര കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ പലതവണ ഈ വെള്ളയമ്പല കുടപ്പനക്കുന്ന് റൂട്ട് ഓടിയിട്ടുണ്ട്. നമ്മളെ പഴയ രാജാവില്ലേ, രാജാവ് ഇങ്ങനെ തൊഴുതുകൊണ്ടാണ് പോണത്, വണ്ടിയിൽ ഒതുങ്ങി. അല്ല ഞാൻ രാജാവാണെന്ന് പറഞ്ഞാൽ നടുക്കൂടെയല്ലല്ലോ പോണത്, ഒതുങ്ങി പോണാണ്. അപ്പോൾ ആ ഭരണമൊന്നും അല്ലല്ലോ, ഇപ്പോൾ ജനാധിപത്യമല്ലേ. ഇപ്പം ഞാനായാലും ഞാൻ യദുവാണ്. നാളെ ബസ് KSRTC കയറിയിട്ട് നടറോടി കൂടി പോകണം, ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പൊങ്കാല ഇടൂലേ, അത് കാണിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടോ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ കേസിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ കേസ് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കൂത്തിയായിട്ട് നിങ്ങൾ കൊടുത്ത കേസിൽ എന്ത് നടപടി ഉണ്ടായെന്നും അറിയത്തില്ല, കോടതി എടുക്കാൻ പറഞ്ഞു. അല്ല, അത് നടപടി ഉണ്ടായതൊക്കെ എനിക്കറിയാം. ഞാൻ എടുത്ത് പേപ്പറൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റും എൻ്റെ അന്നത്തെ പരാതി മാത്രം ഇങ്ങനെ ഇരിപ്പുണ്ട് നോക്കൂത്തിയായിട്ട്. അതല്ലാതെ കോടതിയിൽ ബാക്കിയുള്ളത് മേയറിൻ്റെ പരാതിയും CCTVയും വണ്ടിയുടെ ടയർ ഇല്ലെന്നേ ഉള്ളൂ. വണ്ടിയുടെ അകത്ത് തന്നെ DVRൻ്റെ സ്ലോട്ടും എന്ന് പറഞ്ഞാൽ ഇത്ര വലിയൊരു കെട്ടാണ് എനിക്കെതിരെയായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. CCTVയുടെ ഫുട്ടേജ്, കാർ ഇങ്ങനെ പോണതും ബസ് ഇങ്ങനെ പോണതും. എന്നാൽ ഈ പാളയത്ത് ആ ക്യാമറ എടുത്തപ്പോഴത്തേക്ക് ഈ ഡോറ് തുറന്ന് MLA അകത്തൂടെ കയറി പറഞ്ഞ ഫുട്ടേജ് ഇവർക്ക് എടുക്കാൻ വരികയായതുകൊണ്ടാണ്. ഇവർക്ക് കിട്ടും, സുഖമായിട്ട് കിട്ടും, ഇവരെടുത്തിട്ടില്ല. അല്ല, നിങ്ങൾക്കെതിരെയുള്ള കേസ്, നിങ്ങൾ കൊടുത്ത കേസിൽ ഒന്നും സംഭവിച്ചിട്ടില്ല? ഇല്ല. അവരുടെ മൊഴി എടുത്തിട്ടില്ല, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല.
കാർ റിക്കവർ ചെയ്തിട്ടില്ല. ആ. ഈ പ്രതിയായിട്ടുള്ള സഹോദരൻ എന്ന് പറഞ്ഞവനാണ് വണ്ടി ഓടിച്ചത്, എന്നെ എത്രയും പറഞ്ഞത്, എന്നെ ചീത്ത വിളിച്ചത്, എൻ്റെ കൈ പിടിച്ച് വണ്ടിയുടെ വെളിയിലോട്ട് വലിച്ചിറക്കാൻ നോക്കി. ഞാൻ ഇറങ്ങിയില്ല. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും വണ്ടിയുടെ വെളിയിൽ അവനെ വിളിച്ച് ചോദിച്ചിട്ടില്ല, അവനെ പ്രതി ചേർത്തിട്ടില്ല. അവനെ പ്രതി ചേർത്തിട്ടില്ല. ബാക്കി 4 പേരുണ്ടല്ലോ, 4 അല്ലെങ്കിൽ 3 പേരുണ്ടല്ലോ, അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. മറ്റേ മേയർ MLA ആയതുകൊണ്ട്. ബാക്കി അവൻ്റെ വൈഫായിട്ടുള്ള ഒരു ആര്യ, വേറൊരു ആര്യയുണ്ട്, ഒരു പൊക്കം കുറഞ്ഞ. ആ പെൺകുട്ടി വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ ആംഗ്യം കാണിച്ചല്ലോ, അശ്ലീല ആംഗ്യം കാണിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മേയറും പറയണത് എന്നെയും കാണിച്ചു. അവർ വന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് യവനെ അറസ്റ്റ് ചെയ്യും, യവൻ പ്രതിയാവും എന്ന് കണ്ടപ്പോൾ ഇവർ എടുത്ത തീരുമാനമാണ്. അതായത് സച്ചിൻ ദേവ് MLA എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അല്ലേ, അപ്പോൾ അതിനുള്ള ആ ബുദ്ധി അപ്പോൾ പറഞ്ഞു കൊടുത്തതായിരിക്കും പെട്ടെന്നുള്ള ഒരു തീരുമാനം. ഈ മെമ്മറി കാർഡിന് എന്നാ പറ്റി ശരിക്കും? വണ്ടി അവിടെ മെമ്മറി കാർഡ് എന്തോ മെമ്മറി കാർഡ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഉറപ്പായിരുന്നത്. പിന്നെ വണ്ടി അവിടെ നിന്ന് നേരെ അന്ന് രാത്രി എന്നെ തൃശ്ശൂരത്തേക്ക് ഡ്യൂട്ടിക്ക് വിടുകയാണ്. വണ്ടി തൃശ്ശൂർ പോവുകയാണ് 4 മണിക്കാണ് ആ വണ്ടി എന്നെ പോവുകയാണ്. എന്നിട്ട് തൃശ്ശൂർ വെച്ച് ആരും അവിടെ വെച്ച് പോലീസ് വന്ന് പിടിച്ചു. പോലീസ് പിടിച്ചൊന്നും പുറമേ ഒരു ചാനലിലോ ഒരു വാർത്തയിലോ പറഞ്ഞിട്ടില്ല. പക്ഷെ പോലീസ് അവിടെ വന്ന് ഇത് ചെക്ക് ചെയ്തു. വണ്ടി അവിടെ ഒതുക്കിയിട്ട സമയത്ത് ഡ്രൈവർ പറയുകയും ചെയ്തു, അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടാകുന്ന ഡ്രൈവർ പറഞ്ഞു വണ്ടി പോലീസ് വന്ന് ചെക്ക് ചെയ്തു എന്ന് പറഞ്ഞു. പുറമേ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറമേ വിട്ടിട്ടില്ല. എന്നിട്ട് ഡ്രൈവർ അവിടെ വന്ന് വണ്ടി ഒതുക്കിയിട്ടതിന് ശേഷം ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അടുക്കിയിട്ടേക്ക്, തൃശ്ശൂർ സ്റ്റാൻഡ് അറിയാല്ല, സൈഡിൽ അടുക്കിയിട്ടിട്ട് ഇവർ കിടന്ന് ഉറങ്ങാൻ പോകും. ആ സമയത്ത് ടെക്നിക്കൽ പരമായിട്ടുള്ള ആളുകൾക്ക് ഊരിയെടുക്കാം, പോലീസിന് ഊരിയെടുക്കാം. അപ്പോൾ ഊരിയെ മാറ്റിയാലും ആവാം. അതിനുശേഷം ഈ വണ്ടി അവിടെ പിടിച്ചിട്ടില്ല, തിരിച്ച് പിറ്റേ ദിവസം വീണ്ടും ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് പോയി. അവിടെ വെച്ച് തൃശ്ശൂർ വെച്ച് മാറ്റാമല്ലോ, തൃശ്ശൂർ എന്തുകൊണ്ടും മാറ്റാൻ പറ്റിയ പ്ലേസാണ്. അപ്പോൾ അവിടെ വെച്ച് മാറിക്കാണും. അതല്ലാതെ അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് കുട്ടിച്ചാത്തൻ സേവ വല്ലതും കാണുമായിരിക്കും, തന്നെ അപ്രത്യക്ഷമാവും. അങ്ങനെ നിങ്ങളെ വഴി വെച്ച് പിടിച്ചോണ്ട് പോയില്ലായിരുന്നു ആ കേസിൽ? ഏത് ഈ മെമ്മറി കാർഡ് അന്വേഷണം? അതില്ല, എൻ്റെ അടുത്ത് മെമ്മറി കാർഡ് അന്വേഷണമെന്നല്ല പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ നിങ്ങളുടെ ഗ്യാസിൻ്റെ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കണമെന്ന് പറഞ്ഞാണ് അറസ്റ്റ് ചെയ്യും പോലെയാണ് കൊണ്ടുപോയത്. ഞാൻ വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കുഴപ്പമില്ല, സാറ് പറഞ്ഞു കൂടെ വിളിച്ചുകൊണ്ട് വരാനാണ്. ഞാൻ പ്രതിയല്ലല്ലോ സാറേ. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് 1.5 മണിക്കൂർ കൊണ്ട് ഇരുത്തിയിരുന്ന് അവൻ ബിരിയാണി തിന്നണേ നോക്കിക്കൊണ്ട് കണ്ടക്ടർ അവിടെ ഇരുന്ന് ബിരിയാണിയൊക്കെ തിന്ന് അവന് വലിയ സപ്പോർട്ടായിരുന്നു. ഈ തെറ്റ് ചെയ്തവന്മാരെ പിടിച്ചു നിർത്തി. അവന് പിന്നെ പാർട്ടിക്കാരനല്ലേ, ഡിഫിക്കാരനാണ് അവൻ. അല്ലെന്നൊക്കെ പറയണമെങ്കിൽ അവൻ എന്തുകൊണ്ട് പിന്നെ അല്ല എന്ന് പറയണ ഒരു ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുള്ളൂ. അല്ലാന്ന് അവൻ പാർട്ടിക്കാരനല്ല, യാതൊരു കാര്യമില്ല. അവൻ ഈ വിഷയം നടക്കുമ്പോൾ നമ്മളെ ഡിപ്പോ അധികൃതരെ അറിയിക്കണോ, റഹീമിനെ വിളിച്ചറിയിക്കുക. അവൻ്റെ അച്ഛനല്ലല്ലോ, റഹീമിൻ്റെ ബന്ധുവാണ് ഇവൻ. എന്തോ എനിക്കറിയത്തില്ല, അവൻ്റെ അയൽവാസിയാണെന്ന് പറയുന്നേക്ക. സുബിന് പറയണ റഹീം സാറ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്, ഞാൻ ഡിഫിയിലുള്ളതാണ്, എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവൻ ഡിഫിയിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുഞ്ഞമ്മ വല്യമ്മ മക്കളാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ കാര്യം വിളിച്ചറിയിക്കുകയെന്ന് വെച്ചാൽ ഡിപ്പോയിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഡിപ്പോ എഞ്ചിനീയറിംഗ് സ്റ്റേഷൻ മാസ്റ്ററിനെ വിളിച്ച് പറയണമെന്നാണ് നിയമം. അതും ചെയ്തിട്ടില്ല. അതൊന്നും ആദ്യം ചെയ്യാതെ റഹീമിനെയാണ് വിളിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ആരെ വിളിച്ചാലും ഇപ്പോൾ നമ്മളെ ജോലി. ആ അന്വേഷണം നിങ്ങളോട് ചോദിച്ചത് മുഴുവൻ മെമ്മറി കാർഡിനെ കുറിച്ചാണോ? എൻ്റെ അടുത്ത് ചോദിച്ച മെമ്മറി കാർഡിനെ കുറിച്ചല്ല, സുബിൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചത്. സുബിന് അവിടെ ഉണ്ടായിരുന്നു, സുബിൻ എന്ത് ചെയ്യുകയായിരുന്നു, സുബിന് എത്ര വർഷമായിട്ട് നിങ്ങളെ കൂടെയാണ് എന്നൊക്കെ ചോദിച്ചു. പിന്നെ നിങ്ങളെ വണ്ടി ഓടിച്ച സമയത്ത് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ചോദിച്ചു. പിന്നെ അതിനെക്കുറിച്ച് പിന്നെ എനിക്ക് ഒരു വാഴയ്ക്കപ്പം വാങ്ങിച്ചു തന്നു, ചായയും വാങ്ങിച്ചു തന്നു. അപ്പം തന്നു. ബിരിയാണി വാഴയ്ക്കപ്പം കിട്ടി. ബിരിയാണി വാങ്ങിച്ചു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പോയപ്പോൾ വാഴയ്ക്ക് പോയത്. ഈ പാവം പോലീസുകാരെ പറ്റിയിട്ട് കാര്യമില്ല, അവർക്ക് ശമ്പളം പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. കയ്യിൽ കാശ് നമ്മളെ കാട്ടി ശമ്പളം ഉണ്ട്. അല്ല, കയ്യിൽ കാശ് വേണം ഇതൊക്കെ മേടിക്കണേ. അപ്പൊ മെമ്മറി കാർഡ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല? ഇല്ല. കണ്ടെത്തുന്ന പ്രതീക്ഷയുണ്ടോ? ഇനി അത് വരില്ല. അത് പോയി. അതെങ്ങനെ വരും? നമ്മുടെ കേരള പോലീസിന്റെ മെടുക്ക് ഭയങ്കര. അത് സെക്രട്ടറിയേറ്റ് കത്തിയില്ലേ? ബസ് കത്താത്തത് ഭാഗ്യം. ബസ്സെങ്കിലും ഉണ്ടെന്നുള്ളത്. മറ്റേ ബസ്സേ ഇല്ലെന്ന് പറഞ്ഞേനെ പിന്നീട്. ഇങ്ങനെ ഒരു ബസ്സേ ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ഇല്ല. എന്നെയും കൂടെ നിർത്തി അതിൻ്റെ അകത്ത് കത്തിച്ചതിനെ തെളിവെല്ലാം നശിച്ചല്ലോ. ഇങ്ങനെ യദുവെന്ന് പറയണ ആളെ ഭൂമിയിലില്ലെന്ന് പറയും. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പം എനിക്ക് പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും പോരാട്ടം നടത്തി, പക്ഷേ നിങ്ങളെ നിരന്തരം ചോദ്യം ചെയ്തു, പലതവണ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, കാര്യങ്ങളുടെ വലിയ ഫയലുണ്ടാക്കി. പക്ഷെ നിങ്ങൾ കൊടുത്ത പരാതി കോടതി പറഞ്ഞതനുസരിച്ച് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസിട്ടിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് അടുത്ത സ്റ്റെപ്പ്?
വക്കീൽ എന്നാ പറയുന്നു? വക്കീൽ പറയുന്നതെന്ന് വെച്ചാൽ ഇനി അടുത്ത ഹൈക്കോടതി പോകേണ്ടിയിരിക്കുന്നു. ഹൈക്കോടതിയെ നിവൃത്തിയുള്ളൂ. മാക്സിമം ഈ കീഴ്ക്കോടതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് പോകാമെന്ന് ചോദിച്ചപ്പോൾ കീഴ്ക്കോടതി ആയാലും വലിയ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ഒരു വലിയൊരു പ്രസ്ഥാനമല്ലേ. ഞാനിപ്പോൾ വ്യക്തികളെ ടാർഗറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ആ പ്രശ്നം നടന്ന അവരെ മാത്രം അറസ്റ്റ് ചെയ്യുക, പരാതി പറയുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമുള്ളൂ. ഈ ഇപ്പോൾ പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ താങ്ങുകയാണ്. ഇപ്പോൾ എല്ലാ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മറ്റേ എല്ലാവരെയും എന്തൊരു ശാസിച്ചെന്നൊക്കെ പറയണമെങ്കിലും ഇത് ചുമ്മയാണ്. അപ്പോൾ ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോകണം. പിന്നെ അല്ലാതെ ഈ കേസിന് എന്തായാലും എനിക്ക് തീർപ്പുണ്ടാവണം. അല്ല അപ്പം ചിലവാകത്തില്ലേ? ചിലവാകുന്നുണ്ട്. ബാക്കിയുള്ള ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയണം നമ്മൾ ചിലവാക്കിക്കൊള്ളാം, നിങ്ങളൊന്നും പേടിക്കണ്ടെന്നില്ല എന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. പലരും കാശ് തരുന്നുണ്ടോ? 10 രൂപ 10, 20 രൂപ അങ്ങനെയൊക്കെ 20,000 രൂപ അങ്ങനെയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട് കേസിനുള്ള പൈസ. 10-20,000 രൂപ കിട്ടിയിട്ടുണ്ട്. 10 ഏകദേശം കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത് 1,00,000 ചില്ലറ രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കോടതിയിലെ ആവശ്യത്തിന്. ഹൈക്കോടതിയിൽ പോകണമെങ്കിൽ എപ്പോഴാണ്. നിങ്ങൾ ആളോട് കാശ് ചോദിക്കുന്നില്ല, ആരും അടുത്ത് ചോദിക്കുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇവരെ ചാനലുകളിലൊക്കെ പറയും ഏതു പിരിവ് കിടത്തുന്നു, ഏതു പണക്കാരനായി ബസ് വാങ്ങിച്ചു, ലോറി വാങ്ങിച്ചെന്നൊക്കെ. അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ട് കോടതിയുടെ കാര്യത്തിനും ആവശ്യത്തിനും വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഏതു എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ഓർഡിനറി കേരള എന്നാ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് വന്നിട്ട് പറഞ്ഞു. ഇപ്പം സാറിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇന്നലെ ഞാൻ വോയിസ് ഇട്ടുന്നില്ലേ, ഒരാൾ വന്നിട്ട് പറയണേ സാജൻ സാറ് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ സാറ് വിളിക്കുമ്പോഴേക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, സാറ് എനിക്കും തരാറുണ്ട്. നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ കട്ട് ചെയ്തിട്ട് പോയി. അല്ലാതെ ഞാൻ യു കെയിലായിരുന്നു. ഞാൻ തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല ഞങ്ങളെ. ആ സമയത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ യദുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ യദുവിനെ വിളിച്ചിട്ട് അയാൾ എടുത്തില്ല, ആരാന്ന് എനിക്കെടുത്തില്ല. അപ്പോൾ യദുവിന് വേണ്ടി പിരിവെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യദുവിന് താല്പര്യമില്ല പിരിവെടുക്കാൻ. ആരെങ്കിലും എന്നോട് വ്യക്തിപരമായി ചോദിക്കുവാണെങ്കിൽ ഞാൻ യദുവിൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ച് കൊടുക്കും, എൻ്റെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ യദുവിന് പബ്ലിസിറ്റി എടുക്കുന്ന താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം പലരും വരും, വളരെ സൂക്ഷിക്കേണ്ട കാര്യം. ഇപ്പം എനിക്ക് കേസുണ്ടായ സമയത്ത് പലരും പിരിവ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. പലരും പിരിവെടുക്കാൻ സാധ്യത. പിരിവ് അങ്ങനെ പരസ്യമായിട്ട് എടുക്കാതിരിക്കുന്നത് നല്ലത്. ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക. എന്നോട് ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. കുറച്ച് കാശൊക്കെ തരാൻ. എനിക്ക് യു കെയിൽ ഒരു ടോം ജോസ് തടിയുമ്പോൾ അയാളും കണ്ട് യു കെയിൽ ഒരാൾ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞതനുസരിച്ച്. അപ്പം അങ്ങനെ അതുകൊണ്ട് നിങ്ങളെ സാമ്പത്തിക കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ ഉപദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനം കറക്റ്റാണ്. പരസ്യമായി ഏതെങ്കിലും മീഡിയയിൽ ഈ പാർട്ടിയെ കുറിച്ചോ ഈ സംഘടനയെ കുറിച്ചോ ഇവരെ ഉപദ്രവിക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ചോ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഈ കേസ് വിടുകയൊന്നുമല്ല, ഇവർക്ക് നല്ലൊരു അടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ള അറിയാമെന്നുള്ളതുകൊണ്ട് ഇവർ നാളെ ഒരു കാലത്തായാലും എനിക്കൊരു ഉപദ്രവമാണ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞേ പരസ്യമായി കാശ് പിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വലിയ ആരോപണം മാത്രം പിരിക്കുന്നവരെ നമുക്കറിയത്തില്ല. പലരും രക്ഷിക്കാന്ന് പറഞ്ഞ് 500 രൂപ ആയിട്ട് വരും. അത് നമ്മൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. പല ആൾക്കാരും അങ്ങനെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചിലവർ വിളിച്ചിട്ട് ഞാനേ ഓരോ ഇതിൽ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ചിലർ വിളിച്ചിട്ട് എന്നെ ചീത്ത വിളിക്കാറുണ്ട്. മനഃപൂർവ്വം നിന്റെ ഓരോ ഗ്രൂപ്പിൽ കണ്ടതാണ്. ജോല എന്നൊക്കെ പറഞ്ഞ KSRTC ഗ്രൂപ്പിലുണ്ട്. നിന്റെ ഭാര്യയും പിള്ളേരെയൊക്കെ ഇതേപോലെ കൈ കാണിച്ചു കഴിഞ്ഞാൽ നീ വെറുതെ വിടും, അങ്ങനെ കാണിച്ചതിൻ്റെ പേരിൽ. സംഭവം സത്യസന്ധമാണെന്നുള്ള കാര്യം ആർക്കും അറിഞ്ഞുകൂടാ. എങ്കിലും പിന്നെയും കുറേ ന്യായീകരണങ്ങളുണ്ട്. ഈ ഇപ്പോൾ ഉറുമ്പിനെ കാണിച്ച് ആനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ആനയാണെന്ന് പറയും. നമ്മൾ ബോധമുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് അത് ഉറുമ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്തനാവും. ഞാനൊരു കാര്യം, നിങ്ങൾ ഈ കുഞ്ഞിനെ തന്നെ വളർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. ഇത്രയായിട്ട് നിങ്ങൾ ഇത്രയും പോരാട്ടം നടത്തിയിട്ടും വിജയിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ധാർമ്മികമായി നമ്മൾ അവരെ കുഴപ്പത്തിലാക്കിയെങ്കിൽ പോലും അവരുടെ പേരൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് മുമ്പോട്ട് എങ്ങനെ എവിടെ ചെന്ന് അവസാനിപ്പിക്കാൻ? എവിടം വരെ പോകാൻ പറ്റും അതുവരെ പോകും. അതാണ്, അവസാനിപ്പിക്കുകയൊന്നുമില്ല. ഇതിൽ നീതി കിട്ടുന്നവരെ പോരാടും. നീതി കിട്ടിയില്ലെങ്കിൽ നീതി കിട്ടണമല്ലോ, കിട്ടുന്നവരെ പോരാടും. സാധാരണക്കാർക്ക് നീതി കിട്ടുമോ? സാധാരണക്കാരന് നീതി കിട്ടണമെന്ന് എന്നിലൂടെ തെളിയിക്കണം. എന്നാലല്ലേ ബാക്കിയുള്ളവരെങ്കിലും വാ തുറക്കുകയുള്ളൂ. ഇതിൽ ബസ്സിൽ 15ഓളം നട്ടലില്ലാത്ത ആളുകളാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇത്രയെങ്കിലും ആരും പറഞ്ഞില്ല. 2 പെൺപിള്ളേർ കയറാൻ ഉണ്ടായിരുന്നു, കായംകുളത്തിൽ നിന്ന് കയറാൻ ഉണ്ടായിരുന്നു. അവർ കയറിയെന്നാണ് എൻ്റെ ബോധമായിരുന്നത്. പക്ഷെ അവർ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ കയറിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. പേടിയാണ്. നാളെ ഒരു കാലത്ത് അവരെ വീട്ടിൽ പോയി അവരെ വെട്ടും,
കുത്തും അങ്ങനെയൊക്കെ പേടി. പിന്നെ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, എൻ്റെ കൊച്ചിനെ മാത്രം നോക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞപ്പോഴാണ് വേറൊരാൾ വന്നിട്ട്, പാർട്ടിയിലുള്ള ആൾ വന്ന് അവരുടെ കൊച്ചുണ്ടെന്നുള്ള ബോധം വേണം. അത്രയ്ക്ക് ബോധമില്ലാത്ത പാർട്ടിക്കാരന്മാരാണ് ഒരു കൊച്ചിൻ്റെ അടുത്ത് പോലും പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവന്മാരാണല്ലോ. പിന്നെ എനിക്ക് അതൊന്നും വിഷയമില്ല, എൻ്റെ അടുത്ത് പ്രതികാരം ചെയ്യുന്നതോറും എനിക്ക് വാശി കൂടെ ഉള്ളൂ. മടുത്തിട്ടില്ല? മടുക്കൂല. മടുക്കാനെന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ ഞാൻ മരിക്കണം, മടുക്കണമെങ്കിൽ എന്നെ കൊല്ലണം. ഇവരെന്തായാലും കൊല്ലാൻ വേണ്ടിയിട്ട് തയ്യാറാണെങ്കിൽ വളരെ ഉപകാരം. എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് എന്നെ കൊല്ലുമ്പോൾ 1000 ഇത് വരും. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ എൻ്റെ ബാക്കിൽ അത്രയ്ക്ക് ആളുണ്ട്. ഇവർ വിചാരിക്കും പോലെയൊന്നുമല്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാണ് ഉത്തരവാദി. അത് ഞാൻ എപ്പോഴും പറയും. ഇനി എൻ്റെ കുടുംബത്തിന്, എൻ്റെ കൊച്ചിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാണ് ഉത്തരവാദി. പിന്നെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാ? ജീവിതം KSRTC എന്തായാലും പണി കിട്ടാൻ പോകുന്നില്ല? പ്രൈവറ്റിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. വിളിക്കുന്നുണ്ട്, പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇതേപോലെ പെൺപിള്ളേർ, ഡിഫിക്കാരൊക്കെ വന്ന്, SFIക്കാരൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ചേട്ടാ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ്. അപ്പം എന്നാ ചെയ്യും? നിങ്ങളെങ്ങനെ മുമ്പോട്ട് പോകും? അത് മുന്നോട്ട് പോകും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് കോടതി വിധി വരട്ടെ. KSRTC എന്താണ് ഗണേഷ് കുമാർ വാ തുറക്കാത്ത എന്തുകൊണ്ടാണെന്നാണ് അറിയാം. എല്ലായിടത്തും ഒരു ചേച്ചി പ്രസവിച്ചതിന് വാ തുറന്നു, അവാർഡ് കൊടുത്തു ഡ്രൈവറിനും കണ്ടക്ടറിനും. ഇത്രയൊക്കെ എന്നെ തെണ്ടി ഇങ്ങനെ റോഡിയിട്ട് പട്ടിയെ കണക്കിന് ചെയ്തിട്ടും ഗണേഷ് കുമാർ എന്താണ് വാ തുറക്കാത്ത? ഇതേ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നെന്നാണ് എൻ്റെ ഒരു കുറച്ചു കാലത്തിന് മുമ്പുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു നടി വന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു യദുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതുവരെ യദു നല്ലതായിരുന്നു എന്ന് സാറ് പറഞ്ഞു. നടി വന്നപ്പോഴത്തേക്ക് സാറിൻ്റെ സ്വഭാവം അങ്ങ് മാറി. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഒരു പെൺ ഡ്രൈവർ ആയിരുന്നെങ്കിൽ സാറ് പറഞ്ഞാണ് യദു എൻ്റെ സ്ഥാനത്ത് ലേഡി ഡ്രൈവർ ആണെങ്കിൽ സാർ അവരെ കൂടത്തിൽ നിന്ന് കാണും. ഞാൻ ആണായിപ്പോയി KSRTC തിരിച്ചു കയറാനാണോ നിങ്ങളുടെ പ്ലാൻ? അല്ല, അങ്ങനെ കയറിയില്ലെങ്കിലും പറയാനുള്ളത് പറയണ്ടേ വ്യക്തമായിട്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാത്ത എന്നെ ഇത്രയും മാത്രം ഇവര് ചെയ്യേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങള് വീണ്ടും ജോലിക്ക് കയറുമ്പോൾ കത്ത് കൊടുത്തിട്ട് അത് മിണ്ടുന്നില്ലല്ലോ, തുറക്കുന്നില്ലല്ലോ, തുറന്നാലല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ യുദ്ധം തുടരുകയാണ്. ആശംസകൾ, എല്ലാ ആശംസകളും. വളരെ